രാമനാണ് എന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സയൻസ് ഡേയുടെ കാരണക്കാരനായ രാമനാണ് നമ്മുടെ ഈ കഥയുടെ കേന്ദ്ര കഥാപാത്രം. രാമനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളറിയാം. വളരെ അഭിമാനകരമായ ഒരുപാട് കാര്യം കുട്ടിക്കാലം മുതൽ നമ്മൾ പഠിക്കുന്ന രാമൻ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ അഭിമാനം ആയിരുന്നു, ഇപ്പോഴുമാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് വളരെ പ്രസ്റ്റീജിയസ്, ഏറ്റവും അഭിമാനകരമായ ഒരു സിവിലിയൻ അവാർഡ് സർ സ്ഥാനം ലഭിക്കുന്നു. അതുപോലെ സയൻസിൽ ഏറ്റവും വലിയ പരമോന്നത ബഹുമതി നൊബേൽ സമ്മാനം ലഭിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ അവാർഡ് ഭാരതരത്ന ലഭിക്കുന്നു. അതുപോലെ ലെനിൻ പീസ് പ്രൈസ് ലഭിക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു അഭിമാന സ്തംഭമാണ് രാമൻ എന്ന് പറയാം ആസ് എ പേഴ്സൺ. പിന്നെ ചന്ദ്രശേഖർ വെങ്കിട്ടരാമൻ എന്നുള്ള വ്യക്തിയെപ്പറ്റി നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം, കുട്ടിക്കാലം മുതൽ പഠിച്ചു വരുന്ന കാര്യങ്ങൾ. രാമൻ തൃശ്ശിനാപ്പള്ളിയിൽ ജനിച്ചു. ചന്ദ്രശേഖർ അയ്യർ, പാർവതി അമ്മാൾ അവരുടെ മകനായിട്ട് 1858 നവംബർ 7 ജനിക്കുന്നു. പിന്നെ അദ്ദേഹം ഒരു ചൈൽഡ് പ്രോഡിജി, അതായത് അത്ഭുത ശിശു ആയിരുന്നു. അന്നത്തെ ഭയങ്കര ബുദ്ധിമാനായ ഒരു അത്ഭുത ശിശു. വളരെ വേഗം കാര്യങ്ങൾ പഠിക്കുക, വളരെ വേഗം പരീക്ഷകൾ പാസ്സാവുക, അങ്ങനെ ബുദ്ധിശാലിത്വം വളരെ കുട്ടിക്കാലം മുതൽ തെളിയിച്ച ഒരു വ്യക്തി. പിന്നെ അദ്ദേഹം 11ാം വയസ്സിൽ 10ാം തരം, അന്നത്തെ 10ാം തരം പാസ്സാവുന്നു, മാട്രിക്കുലേഷൻ എന്ന് പറയും. ആ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ മദ്രാസ് പ്രസിഡൻസി കോളേജിൽ അഭിമാനകര എല്ലാ അവാർഡുകളും വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്ത് ബാച്ചിലേഴ്സ് 15ാം വയസ്സിൽ ബാച്ചിലേഴ്സ് എടുക്കുന്നു. പിന്നെ 18ാം വയസ്സിൽ മാസ്റ്റേഴ്സ് എടുക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫൈനാൻഷ്യൽ സർവീസ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഫൈനാൻഷ്യൽ സർവീസ് ചേരുന്നു. അത് അടുത്ത വർഷം 1908 തന്നെ. പിന്നെ 1917 അദ്ദേഹം ഫിസിക്സ് പ്രൊഫസർ ആവുന്നു കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ കാണാം 1930 അദ്ദേഹത്തിന് മോളിക്കുലർ സ്കാറ്ററിംഗ് എന്ന വിഷയത്തിൽ നൊബേൽ പ്രൈസ് ലഭിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക്. പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ 1933 തൊട്ട് അദ്ദേഹം ഡയറക്ടർ ആവുന്നു. പിന്നെ അവിടുത്തെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഫസർ ആയിരുന്നു, നിങ്ങൾക്കറിയാം. പിന്നെ 48 പ്രശസ്തമായ സേവനത്തിന് ശേഷം 48 റിട്ടയർ ചെയ്യുന്നു. പിന്നെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ജോലി ചെയ്ത് അവസാന ശ്വാസം വരെ ഗവേഷണം നടത്തി നവംബർ 21, 1970 അന്തരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് രാമനെപ്പറ്റി. ഇത്ര അറിഞ്ഞാൽ മതി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ രാമനെപ്പറ്റി നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ഇനിയും കുറേ മനസ്സിലാക്കാനുണ്ട്. രാമൻ ആരായിരുന്നു, എന്തായിരുന്നു, എന്തൊക്കെയാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള ഇതിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ചുകൂടി ഡീപ്പറായിട്ട് നമുക്കൊന്ന് പോവാം. ഇതിൽ രാമൻ റീവിസിറ്റഡ് എന്നുള്ളതാണ് ഇനി അടുത്ത് വരുന്ന 10-28 സ്ലൈഡുകളുടെ ഒരു അടിസ്ഥാന ത്രെഡ്. അപ്പോൾ രാമനെ പറ്റി പല ധാരണകളും നിങ്ങൾക്ക് ഉണ്ടാവും. കോമൺ സെൻസ്, നമ്മൾ ഒരാളെക്കുറിച്ച് ജീവചരിത്രം വായിക്കുമ്പോൾ പല ധാരണകളും നമുക്ക് പ്രത്യേകിച്ച് വരും. ചെറിയ ഷോർട്ട് ബയോഗ്രഫി വായിക്കുമ്പോൾ ആ ചില ധാരണകൾ 1 by 1 ആയിട്ട് ഞാനിങ്ങനെ തിരുത്തിക്കൊണ്ട് പോകാം. രാമൻ്റെ ലൈഫിലോട്ടും പ്രവർത്തനത്തോട്ടും ഒരു റീവിസിറ്റ് ചെയ്യാനുള്ള ഒരു ത്രെഡ് ഇതാണ്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ധാരണ, രാമൻ സ്റ്റഡീസ് സയൻസ് സ്ട്രീം. നാച്ചുറലി നോബൽ പ്രൈസ് വരെ കിട്ടാമെന്നുണ്ടെങ്കിൽ ഈ ഷുഡ് ഹാവ് ലേൺഡ് സയൻസ് സ്ട്രീം. പക്ഷെ രാമൻ പഠിച്ചത് BA-യും MA-യുമാണ്. അദ്ദേഹം പ്രസിഡൻസി കോളേജ് മദ്രാസിൽ 13ാം വയസ്സിൽ BA-ക്ക് ജോയിൻ ചെയ്യുന്നു. അന്ന് BA-MA-യും പഠിക്കാൻ കാരണം അന്ന് സയൻസ് ഉണ്ടായിരുന്നില്ല. സയൻസ് ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ആർട്സ് ആയിരുന്നു എല്ലാം. അതുപോലെ ഞാൻ ആ 120 വർഷം മുമ്പുള്ള ആ സ്ഥിതി പറഞ്ഞു, എന്തുമാത്രം വൈജ്ഞാനികമായി എന്തുമാത്രം ഒരു പരിമിതമായൊരു സ്ഥിതിയിലായിരുന്നു. അന്ന് സയൻസ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ വേറെ ടോപ്പിക്സ് ഒന്നുമില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളൂ. സയൻസിന് കണ്ണായ കണ്ടുപിടുത്തങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഐൻസ്റ്റൈൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ പ്രബന്ധ രൂപേണ ഇരിക്കുന്നില്ല, ആരും അംഗീകരിച്ച് തുടങ്ങിയിട്ടില്ല. 1905 ഐൻസ്റ്റൈൻ്റെ ഇതൊക്കെ വന്നു, എന്നാലും റിലേറ്റിവിറ്റി വന്നപ്പോഴും ആരും അംഗീകരിച്ച് തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് സയൻസ് പഠിപ്പിക്കാൻ കാര്യമായിട്ടൊന്നുമില്ല. പഴയ കുറച്ച് ഒപ്റ്റിക്സ്, ന്യൂട്ടൻ്റെ കാലം മുതലുള്ള കുറച്ച് ഒപ്റ്റിക്സ് പഠിപ്പിക്കുക, കുറച്ച് അക്കോസ്റ്റിക്സ് പഠിപ്പിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ, കുറച്ച് തെർമൽ ഫിസിക്സ് പഠിപ്പിക്കുക, ഇത്തരം കാര്യങ്ങൾ. അത് അവരുടെ ആർട്സ് വിഷയത്തിൻ്റെ ഭാഗമായിട്ട് രാമൻ ലിറ്ററേച്ചർ എടുത്തു, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഹി ഹാസ് എ ഗുഡ് കമാൻഡ് ഇൻ ഇംഗ്ലീഷ്. അതായിരുന്നു ഒന്നാമത്തെ കാര്യം. അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തിൽ ഒരുപാട് സഹായിച്ചൊരു കാര്യമാണ് MA കംപ്ലീറ്റ് ചെയ്യുന്നവരെ. പിന്നെ ഇടയ്ക്ക് അദ്ദേഹം മദ്രാസ് പ്രസിഡൻസി കോളേജിൽ വരാനൊരു കാരണം അദ്ദേഹത്തിൻ്റെ ഫാദർ. അദ്ദേഹം വളരെ നന്നായിട്ട് മകൻ്റെ പഠിപ്പ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അച്ഛനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂത്ത മകനും CS അയ്യറുടെ മകനാണ് സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ. നോബൽ പ്രൈസ് കിട്ടിയ സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ ഇദ്ദേഹത്തിൻ്റെ നെവ്യൂ ആയിരുന്നു രാമൻ്റെ.
അപ്പോൾ രാമനെ വളരെ നന്നായിട്ട് അച്ഛൻ പ്രോത്സാഹിപ്പിച്ചു. രാമൻ്റെ പഠിപ്പിന് വേണ്ടി അവർ ചെന്നൈയിലോട്ട് വന്നു. അദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നു, രാമൻ്റെ ഫാദർ. രാമൻ പഠിപ്പ് പിന്നെ പ്രസിഡൻസി കോളേജിൽ അദ്ദേഹം ചേർത്ത് എല്ലാ ഗോൾഡ് മെഡൽ അടക്കം മീൻസ് ഒരു ഗോൾഡ് മെഡൽ മിസ്സാവാതെ രാമൻ അത് വാങ്ങിക്കൊണ്ടിരുന്നു. പിന്നെ ഇക്കൂട്ടത്തിൽ രാമന് പരീക്ഷണങ്ങൾ ചെയ്യാൻ വളരെ താല്പര്യമായിരുന്നു. കോളേജിൽ തന്നെ ചെറിയ ലാബുകളുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നുള്ളതൊന്നും അധ്യാപകർക്കും ഒരു തീർച്ചയൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഉപകരണങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യും സാധാരണ ഒരു കുട്ടികളൊന്നും അറ്റംപ്റ്റ് ചെയ്യാറില്ല. രാമൻ അന്ന് ചെയ്തത് ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് അധ്യാപകനോട് ചോദിച്ചു, സാർ ഞാനൊരു പരീക്ഷണം ചെയ്തോട്ടെ. രാമൻ ചെയ്ത ഒപ്റ്റിക്സിലെ ഒരു പരീക്ഷണം ഈ ഒബ്ലീക്ക് ഡൈഫ്രാക്ഷൻ എന്ന് പറയും. നിങ്ങൾ ഫിസിക്സുകാർ പഠിച്ചു കാണും ഒബ്ലീക്ക്. അതായത് നമ്മളെപ്പോഴും സ്ട്രെയിറ്റ് ഡൈഫ്രാക്ഷനാണ് പഠിക്കുക, ത്രൂ സ്ട്രെയിറ്റ് സ്ലിറ്റ്. ഇത് ഒബ്ലീക്കിൽ എന്ത് സംഭവിക്കുന്നുള്ള രാമന് അന്ന് തോന്നി. അത് 16 വയസ്സുള്ളപ്പോൾ. എന്നിട്ട് രാമൻ അതിനെക്കുറിച്ചുള്ള ഡൈഫ്രാക്ഷൻ ഇത് വരച്ചുണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ കുറച്ച് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്ത് ഇതൊരു റിസർച്ച് പേപ്പറായിട്ട് ഫിലോസോഫിക്കൽ മാഗസീനിൽ അയച്ചു കൊടുക്കുന്നു. അന്ന് സയൻസ് ജേണലിൽ വളരെ വിചിത്രമായി തോന്നാം, ഫിസിക്സ് എന്നുള്ള ജേണലുകളില്ല, ഫിലോസഫിയാണ്. അന്ന് നാച്ചുറൽ ഫിലോസഫിയാണ്. അത് കഴിഞ്ഞിട്ട് ഫിസിക്സ് വന്നു തുടങ്ങുന്നേ ഉള്ളൂ ശരിക്കുള്ള. അപ്പോൾ ഫിലോസഫിക്കൽ മാഗസീനിൽ അന്ന് ലോർഡ് കെൽവിനൊക്കെയാണ് എഡിറ്റർ. ആ ലോർഡ് കെൽവിൻ ഇത് വായിച്ചത് പബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ മികവ് രാമൻ്റെ ആ പ്രായത്തിൽ. അത് കഴിഞ്ഞ് അടുത്ത പേപ്പർ അയച്ചപ്പോൾ രാമനൊരു റിപ്ലൈ വന്നു, ഡിയർ പ്രൊഫസർ രാമൻ. ആ മറുപടിയിലുണ്ടായിരുന്ന കാരണം അദ്ദേഹം ലോർഡ് കെൽവിനെ ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റില്ല ഒരു 16 വയസ്സുള്ള പയ്യനാണ് ഇത് ചെയ്തെന്നുള്ള അദ്ദേഹത്തിന് അങ്ങനെ ഒരു സങ്കല്പിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇന്ത്യയിലേക്ക് അത് മറുപടി അയക്കുന്നത് ഇത് പ്രൊഫസർ രാമൻ അവിടുത്തെ പ്രൊഫസറാണെന്നുള്ള ഒരു സങ്കല്പത്തിലാണ്. അത് കഴിഞ്ഞ് രാമൻ റിസർച്ച് കാരിയറിൽ നോർമലി വന്നു എന്നുള്ളതായിരിക്കും നിങ്ങൾ ധരിക്കുക. പക്ഷേ അദ്ദേഹം അസിസ്റ്റൻ്റ് അക്കൗണ്ടൻറ്റ് ജനറൽ ആയിട്ടാണ് ജോലിയിൽ പ്രവേശിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ. അദ്ദേഹത്തിന് ജോലി സ്ഥലം കൽക്കട്ട. ഒരു 10 വർഷത്തോളം അദ്ദേഹം അവിടെ ആ തസ്തികയിൽ ജോലി ചെയ്തു. അത് വളരെ അത്യധികം ബഹുമാനിക്കപ്പെടുന്നൊരു ജോലി ആ പ്രായത്തിൽ. കാരണം MA കഴിഞ്ഞ് അത് നേരെ ടെസ്റ്റ് എഴുതി, FCS ഫൈനാൻഷ്യൽ സിവിൽ സർവീസ്. അത് പാസ്സായി ഉടൻ ജോലി കിട്ടി 19ാമത്തെ വയസ്സിൽ. എന്നിട്ട് പുള്ളി നേരെ കൽക്കട്ടയ്ക്ക് പോകണം അസിസ്റ്റൻ്റ് അക്കൗണ്ടൻറ്റ് ജനറലായിട്ട്. ഒരു സർക്കാർ തസ്തിക, ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്ഥലത്ത് ഒരുപാട് പ്രൊമോഷൻ സാധ്യതകളുള്ളൊരു തസ്തിക. 1908 മുതൽ 1917 വരെ അദ്ദേഹം ഒരു 9 വർഷം അവിടെ ജോലി ചെയ്തു കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ. കൽക്കട്ടയിൽ പോകുന്നതിന് മുമ്പ് അദ്ദേഹം കല്യാണം കഴിച്ചു. ലോകസുന്ദരി അമ്മാൾ എന്ന് പറഞ്ഞിട്ട് മധുരൈക്കാരി കല്യാണം കഴിച്ച് കൽക്കട്ടയ്ക്ക് അദ്ദേഹം പോവാണ്. അവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് കല്യാണം കഴിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ ഒരു തമാശ പറയുന്നുണ്ട്. കാരണം അന്ന് ഫാമിലി അലവൻസ്, കല്യാണം കഴിഞ്ഞവർക്ക് ഫാമിലി അലവൻസ് ഒരു 150 രൂപ കിട്ടും. അപ്പോൾ ഇങ്ങനെ അത് ലക്ഷ്യം വെച്ചിട്ടാണ് കല്യാണം കഴിച്ചതെന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് ശമ്പളം ഒരു 400-450 രൂപ വരും. അതിൻ്റെ കൂടെ ഈ അലവൻസും കൂടി ആകുമ്പോഴേക്ക് സുഖമായിട്ട് ജീവിച്ചു പോകാം. സോ ഹി വെൻറ്റ് ടു കൽക്കട്ട. പിന്നെ രാമൻ എവിടെ റിസർച്ച് ചെയ്തു? നമ്മൾ നോക്കുന്നുണ്ട്, നോബൽ പ്രൈസ് അടക്കം കിട്ടിയ ആ റിസർച്ചിൻ്റെ ഒരു ട്രാക്ക് ഉണ്ട്. ആ ട്രാക്ക് എവിടെ ചെയ്തു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഹി ക്രിയേറ്റഡ് ഹിസ് ഓൺ റിസർച്ച് ലാബ്. ആരും എവിടെയും ഒരു റിസർച്ച് ലാബ് രാമന് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ലാബ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അങ്ങനെ നോക്കുമ്പോൾ ലാബ് ഉണ്ടായിരുന്നില്ല. ആകെയുള്ളത് JC ബോസ്, കൽക്കട്ട പ്രസിഡൻസി കോളേജിൽ ഒരു JC ബോസിന് ഒരു ലാബ് ഉണ്ടായിരുന്നു. വേറെ ത്രൂ ഔട്ട് ദ കൺട്രി നോക്കിയാലും അങ്ങനെ ഒരു ഫിസിക്സോ വേറെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പരീക്ഷണശാല, ഗവേഷണം ചെയ്യാനുള്ള പരീക്ഷണശാല എവിടെയും ഇല്ലായിരുന്നു. നമ്മൾ അന്ന് ഒരു ഫിസിക്സ് പഠിച്ച, അന്ന് സയൻസും ഇല്ല, MA പഠിച്ച് BA പഠിച്ച് MA പഠിച്ചിട്ടാണ് പുറത്ത് വരുന്നത്. അങ്ങനെ ഒരാൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. പിന്നെ വളരെ ഹാർഡ് വർക്കിംഗ് എസ്റ്റാബ്ലിഷ്ഡ് ആയ പ്രൊഫസേഴ്സ്, ഉദാഹരണത്തിന് JC ബോസിനെ പോലുള്ളവർക്ക് മാത്രം കുറച്ച് ലാബുകൾ ഉണ്ടായിരുന്നു. ഫണ്ടിങ് ഇല്ല. അങ്ങനെ പല പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അന്നത്തെ ശാസ്ത്ര പഠനം മുന്നേറിയിരുന്നത്. ഇതെവിടെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ അസോസിയേഷൻ ഫോർ കൾട്ടിവേഷൻ ഓഫ് സയൻസ് എന്നുള്ള ഒരു നോൺ ഗവൺമെൻറ്റൽ സെൻറ്റർ ഇൻ കൽക്കട്ട. 25 വർഷം രാമൻ അവിടെ പ്രവർത്തിച്ചു. അതിൻ്റെ പഴയ രൂപം ബോബ് ബസാർ സ്ട്രീറ്റിലെ ഒരു സൈഡ് ബിൽഡിംഗ് ആണ് അന്നത്തെ രാമൻ കണ്ട ആദ്യത്തെ ആ ബിൽഡിംഗ് ആണ് ഈ അപ്പുറത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ അവർ ജാദവ്പൂരിലേക്ക് ആ ക്യാമ്പസിലോട്ട് പിന്നെ മാറി വലിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട്. അത് പിന്നത്തെ സ്റ്റോറിയാണ്. ആ ബിൽഡിംഗാണ് ഇപ്പുറത്തെ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിനെപ്പറ്റി ചെറിയൊരു സ്റ്റോറി കുറച്ചുകൂടി നമ്മൾ മനസ്സിലാക്കാനുണ്ട്. രാമൻ എങ്ങനെയാണ് ഇന്ത്യൻ അസോസിയേഷൻ ഫോർ കൾട്ടിവേഷൻ ഓഫ് സയൻസിലോട്ട് വന്നതും ഒരു ലാബ് സ്ഥാപിച്ചതും. ഈ ഒരു സ്ഥാപനം സയൻസ് പഠിപ്പിക്കാൻ വേണ്ടി, അന്ന് ഞാൻ പറഞ്ഞ സയൻസ് വളരെ വ്യാപകമായിട്ടില്ല, ആ സയൻസ് പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ, സയൻസ് വരുന്നേ ഉള്ളൂ, സയൻസ് വിദേശത്ത് എന്താണ് പറയുക വേര് പിടിച്ച് വരുന്ന സയൻസിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ
ഇന്ത്യൻ സ്റ്റുഡൻസും പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ മഹേന്ദ്രലാൽ സർക്കാർ എന്ന് പറഞ്ഞൊരു ഡോക്ടർ, കൽക്കട്ടയിലെ പ്രശസ്തനായ ഒരു വിഷകുരൻ, അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഇംഗ്ലണ്ടിൽ പോയപ്പം റോയൽ സൊസൈറ്റിയിൽ നിന്ന് പോകാനിടയായി. റോയൽ സൊസൈറ്റി വലിയ ഹാള്, സയൻറ്റിസ്റ്റുകൾ വരുന്നു, അന്നത്തെ വലിയ വലിയ സയൻറ്റിസ്റ്റുകൾ വരുന്നു, കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നു, ശാസ്ത്ര ചർച്ചകൾ, ഡിസ്കഷൻ നടക്കുന്നു. വിദ്യാർത്ഥികൾ ഇന്ത്യയിലും അങ്ങനെ ഒരെണ്ണം വേണം, നിർബന്ധമായിട്ടും വേണം. അങ്ങനെ ഇന്ത്യയിലെ പ്രൊഫസർമാരാരെങ്കിലും സയൻസ് പറയാനുണ്ടെങ്കിൽ, എന്നൊരു സാഹചര്യം ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു, സയൻസ് പറയാനുണ്ടെങ്കിൽ അവർക്ക് വരാം. സയൻസ് കുട്ടികളോട് സ്റ്റുഡൻസിനോട് പറയാം, താല്പര്യമുള്ള കുട്ടികളോട് പറയാം. അവർ പിന്നെ സയൻസ് പഠിച്ചോട്ടെ എന്നുള്ള ലക്ഷ്യത്തോടെ കുറച്ച് മുറികൾ അവിടെ സെറ്റ് ചെയ്തു. അവിടെ കുട്ടികൾക്ക് വരാൻ കുറച്ച് ബെഞ്ചും മേശയൊക്കെ ഇട്ട് പരീക്ഷണത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. പരീക്ഷണം നടത്താൻ കുട്ടികൾക്ക് ക്യൂരിയോസിറ്റി പരീക്ഷണം നടത്താനും പ്രൊഫസർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വന്ന് പ്രഭാഷണം ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവിടെ ചെയ്തു കൊടുത്തിരുന്നു. പിന്നെ ഇദ്ദേഹം അവസാന കാലമാകുമ്പോഴേക്കും ആദ്യത്തെ കുറച്ച് വർഷം നല്ല ഉഷാറായിട്ട് പോയി, സ്വാഭാവികം നമ്മൾ പല പ്രോജക്റ്റുകളും സംഭവിക്കുന്ന പോലെ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് തണുത്തു, ആരും വരാതായി. അപ്പോൾ ഒരു വാച്ച്മാൻ മാത്രം അവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു ഭാർഗവീ നിലയം പോലെ കിടക്കുന്ന ഒരു സമയത്താണ് രാമൻ ഇത് കാണുന്നത്. അവിടെ മഹേന്ദ്രലാൽ സർക്കാർ മരിച്ചു. അദ്ദേഹത്തിൻ്റെ അനന്തരവൻ അമൃതലാൽ സർക്കാർ അതിൻ്റെ ചാർജിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതെന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞൂടാ, ഈ ഒരു ബിൽഡിങ്ങും ഇതും. ഇപ്പോൾ ഒരു വാച്ച്മാൻ ഉണ്ട്, അയാളവിടെ വാതിലിനടുത്ത് നിൽക്കും, പൊടികളൊക്കെ തുടച്ച് വെക്കും. ഇത്രയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സമയത്താണ് രാമൻ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോണ വഴിക്കാണ്, ഈ ബോബാസാർ സ്ട്രീറ്റിലൂടെയാണ് അദ്ദേഹം പോകുന്നത്. രാമൻ ഇങ്ങനെ കുതിരവണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ കണ്ടു, സയൻസ് എന്നാണ് അതിൻ്റെ ബോർഡിലുള്ളത്. ഫുള്ള് കണ്ടില്ല, സയൻസ് കണ്ടു. അപ്പോൾ രാമനിങ്ങനെ തോന്നി, സയൻസ് ഞാൻ പഠിച്ചുകൊണ്ട് എനിക്ക് ഇത്രയും താല്പര്യമുള്ള ഒരു വിഷയത്തിൽ ഒരു സയൻസ്, ഒരു ബിൽഡിങ്ങിൽ സയൻസ് എഴുതി വെക്കുന്നു, വേറെ യൂണിവേഴ്സിറ്റിയിൽ എവിടെയും ഇങ്ങനെ കണ്ടിട്ടില്ല. പിറ്റേന്ന് കാലത്ത് തിരിച്ചു വരുമ്പോൾ രാമൻ അവിടെ ഇറങ്ങി ഇത് കണ്ടപ്പോൾ. അപ്പോഴാണ് പുള്ളി ഇത് കാണുന്നത്, ഇന്ത്യൻ അസോസിയേഷൻ ഫോർ കൾട്ടിവേഷൻ ഓഫ് സയൻസ്. ഇദ്ദേഹം ചെന്ന് വാതിലിന് മുട്ടുന്നു. സാധാരണഗതിയിൽ സിനിമ സ്റ്റൈലിൽ ഇങ്ങനെ വാതിലിനൊക്കെ മുട്ടുമ്പം വെഞ്ഞാറമൂട് ശൈലിയിൽ പറയും, നീ ആരാണ്, നിനക്ക് എന്തൊരു വേണം. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായി. ഇത് ബംഗാളിയാണ് ചോദിച്ചത്, അകത്തുനിന്നുള്ള അതിൻ്റെ വാച്ച്മാൻ. അപ്പോൾ രാമൻ പറഞ്ഞു, രാമൻ 18 വയസ്സുള്ള പയ്യനാണ്, 19 വയസ്സുള്ള പയ്യനാണ്. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു, എൻ്റെ പേര് രാമൻ എന്നാണ്, ഇവിടെ അസിസ്റ്റൻ്റ് അക്കൗണ്ട് ജനറലായിട്ട് ജോലി ചെയ്യുന്നു. ഇവിടെ ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്താനുള്ള എന്തെങ്കിലും എന്നൊക്കെ പറയുമ്പോഴേക്കും അയാൾ അകത്ത് പോയി, മറ്റേ കക്ഷി. അപ്പോൾ അമൃതലാൽ സർക്കാർ അകത്തുണ്ട്. എന്നിട്ട് പറഞ്ഞു, സാറേ ഒരു പയ്യൻ പുറത്തു വന്ന് നിൽക്കുന്ന ഒരു മദ്രാസ് പയ്യനാണ്, അവൻ ഈ പരീക്ഷണങ്ങൾ നടത്തുന്നൊക്കെ പറയുന്നുണ്ട്, ആൾ അപകടം തോന്നുന്നു എന്ന് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു. അമൃതലാൽ സർക്കാർ പുറത്ത് വന്നു, ചോദിച്ചു നീ ആരാണ്. അപ്പം ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് താല്പര്യമുണ്ട് ഫിസിക്സ്. നിനക്ക് എന്തിനാണ് താല്പര്യം ചോദിച്ചപ്പം ഇതാ പറഞ്ഞത്, എനിക്ക് ഫിലോസോഫിക്കൽ മാഗസിനിൽ 2 പേപ്പർ ഞാൻ പബ്ലിഷ് ചെയ്തു. അതോടെ അമൃതലാൽ സർക്കാർ അപ്പോൾ പുള്ളിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കണ്ണുതള്ളി. ഇങ്ങനെ ഒരാൾ ഇവിടെ വരിക, അതായത് ഇന്ത്യയിൽ സ്റ്റുഡൻസ് ആരും പേപ്പർ പബ്ലിഷ് ചെയ്ത് അങ്ങനെ കേട്ടിട്ടേ, അങ്ങനെ ഒരു ആൾ വരിക. അവനെ വിളിച്ച് മുന്നിലിരുത്തി ചോദിച്ചു, എന്താണ് ചെയ്യാൻ പോണത്. എനിക്കിവിടെ ശാസ്ത്ര പരീക്ഷണങ്ങൾ, എനിക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്താൻ, ഗവേഷണം നടത്താൻ സൗകര്യങ്ങൾ ചെയ്തു തരുമോ ചോദിച്ചു. അപ്പം അമൃതലാൽ സർക്കാർ വന്ന് ഇദ്ദേഹത്തിന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറയാണ്, മോനെ ഇത്രയും വർഷം എൻ്റെ അമ്മാവൻ്റെ കാലം തൊട്ട് നമ്മൾ കാത്തിരുന്നു ഇങ്ങനെ ഒരാൾ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നീയാണ് ആദ്യമായിട്ട് ഞാൻ എന്ത് വല്ലതും ചെയ്തോട്ടെ എന്നുള്ള ഇവിടെ വരുന്നത്. എന്നോട് ഇനി പെർമിഷൻ ചോദിക്കേണ്ട, താക്കോൽ പിടിച്ചു ഹോൾ താക്കോൽ അദ്ദേഹത്തിൻ്റെ കയ്യിലങ്ങ് വെച്ചു കൊടുത്തു. റിയൽ സംഭവിച്ചതാണ്. ഞാൻ തമാശയായിട്ട് പറഞ്ഞെങ്കിലും ഇന്ത്യൻ സയൻസിലെ വലിയൊരു ചരിത്ര മുഹൂർത്തമായിരുന്നു ഈ സംഭവിച്ചത്. രാമൻ പിറ്റേന്ന് തൊട്ട് അവിടെ വരുന്നു. അപ്പോൾ അവിടെ ആകെ ഉണ്ടായിരുന്ന വാച്ച്മാൻ അശുതോഷ് ഡേ എന്ന് പറഞ്ഞ അശുബാബു എന്ന് പറയും. ആ ലാബ് ഒറിജിനൽ ലാബിൻ്റെ ചിത്രമല്ല, ഇങ്ങനെയൊരു ലാബ്, ഞാനൊരു ഡമ്മി ചിത്രം എടുത്താണ്, ഇങ്ങനെയൊരു ലാബാണ് അവിടെ ഇരിക്കുന്നത്. ആശുബാബുയുടെ ചിത്രം ലാസ്റ്റ് കാണിച്ചിട്ട് അദ്ദേഹം കുറച്ച് പ്രായമായ സമയത്തുള്ളത്. അവിടെ നേരത്തെ പറഞ്ഞ പോലെ കറണ്ടില്ല, വെളിച്ചമില്ല, വേറെ ഒരു അമ്യൂണിറ്റീസും ഇല്ല, വെറും ഒരു ഇരുളടഞ്ഞൊരു ലാബ്, മാറാല പിടിച്ചൊരു ലാബ്. അവിടെ എന്ത് ചെയ്യണം? രാമന് കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നു. അദ്ദേഹം മനസ്സിൽ എന്താ ഉള്ളതെന്നുള്ളത് നമുക്ക് എപ്പോഴും അറിഞ്ഞൂടാ. പക്ഷേ അദ്ദേഹം തെളിയിച്ച് കാണിച്ചു മനസ്സിൽ പലതും ഉണ്ടായിരുന്നുള്ളത്. അദ്ദേഹം ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ച് പിറ്റേന്ന് തൊട്ട് ശമ്പളം കെട്ടി തുടങ്ങിയപ്പോൾ തൊട്ട് കുറച്ചൊരു സാധനങ്ങൾ കൊണ്ടുവന്ന് ലാബിൽ കൊണ്ടുവയ്ക്കും. പിന്നെ പരീക്ഷണങ്ങൾ നടത്താൻ അദ്ദേഹത്തിൻ്റെ കുറേ പ്ലാനുകളുണ്ടായിരുന്നു. ഈ പ്ലാനുകളൊക്കെ അദ്ദേഹം കൊണ്ടുവന്നു എന്ന് വെച്ചാൽ ഇതുപോലെ ജേണൽസ്, വിദേശ ജേണലുകളിൽ നിന്നുള്ള അന്നത്തെ ഏറ്റവും മികച്ച പ്രസിദ്ധീകരണങ്ങൾ വായിച്ച് അതിൽ നിന്നാണ് ഇദ്ദേഹം ഗവേഷണം ചെയ്യുന്ന ടോപ്പിക്സ് കണ്ടുപിടിക്കുന്നത്. പിന്നെ രാമൻ്റെ ശീലം ഒക്കെ ഒന്ന് മാറി. അതായത് നമ്മൾ സാറിന് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു 4 ദിവസം ലീവ് എടുത്ത് വിശ്രമിക്കുക എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഒരു സ്റ്റൈല്. രാമൻ എന്ത് ചെയ്യുന്നു, ജോലി കിട്ടി ശമ്പളമുള്ള ബഹുമാന്യമായൊരു ജോലി അവിടെയുണ്ട്. രാമൻ അതിരാവിലെ എണീറ്റ് ഒരു 5:30 താക്കോൽ കൈ കിടക്കാണ്, നേരെ വന്ന് തുറന്ന് അതിനകത്ത് കയറും, മെഴുകുതിരി കത്തിച്ച് വെക്കും, പരീക്ഷണങ്ങൾ തുടങ്ങും. അത് കഴിഞ്ഞൊരു 9:30 ആകുമ്പോൾ നേരെ ബോബ സാറിന് ഓടി വീട്ടിൽ പോകും. ഒന്ന് കുളിച്ച് റെഡിയായി ഭക്ഷണമൊക്കെ
വാരി വിഴുങ്ങി നേരെ ഓഫീസിൽ പോകും. 10 to 5, 5 മണി വരെ അവിടെ ജോലി. 5 മണി കഴിഞ്ഞാൽ നേരെ IACSൽ വരും. താക്കോലുണ്ട്, അവിടെ തുറക്കും. ആശുഭാവ് ഉണ്ടാവും ക്ലീൻ ചെയ്യാനൊക്കെ. ആശുഭാവിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നത് സെറ്റ് ചെയ്ത് വെക്കണം എന്ന് പറയും. അത് കഴിഞ്ഞ് രാത്രി വരെ ഒരു 10 മണി വരെ അദ്ദേഹം അവിടെ ഉണ്ടാവും. ഇത് പിന്നെ ആരും അദ്ദേഹത്തെ പൊക്കാൻ വേണ്ടി ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് പറഞ്ഞൊരു കാര്യമാണിത്. ഈ ഒരു സംഭവം, രാമൻ്റെ ആ റൊട്ടീൻ എന്തുമാത്രം ഹാർഡ് വർക്കാണ് ചെയ്തതെന്ന് നോക്കാൻ രാമൻ അന്നത്തെ കാലത്തെ ആ ചിത്രവും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിസർച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഒരു ഗൈഡ് വേണം. ഗൈഡില്ലാണ്ട് പറ്റില്ല. രാമൻ എങ്ങനെയാണ് ഗൈഡ്, ഏത് ഗൈഡായിരുന്നു നോക്കുമ്പോൾ രാമൻ വർക്ക് അലോൺ. ആരുടെയും സഹായമില്ലാതെയാണ് രാമൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 1908 മുതൽ 1917 വരെ സിംഗിൾ ഹാൻഡഡ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ലാബിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങും, തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷ നടത്താൻ 4-5 പേര് ചുറ്റും വേണം. വെറുതെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഒരു രസമൊക്കെ വേണ്ടേ നമ്മൾ റിസർച്ച് ചെയ്യാൻ. ഇത് കാലത്ത് തൊട്ട് രാത്രി 10 മണി വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജോലിയും കഴിഞ്ഞിട്ടുള്ള റൊട്ടീൻ നമ്മൾ കണ്ടു. ആ സമയത്തേക്ക് ഇത് ഒറ്റയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്യുകയാണ്. ആരും അറിഞ്ഞില്ല ഇദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. ഔട്ട്കം വരുന്നവരെ, ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ വരുന്നവരെ രാമൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ജസ്റ്റ് ഒരു ഗ്ലിംസ് നമുക്ക് കാണാം. ഇവിടെ രാമൻ ആദ്യമായിട്ട് ചെയ്തതിൽ രാമൻ്റെ ആദ്യത്തെ ഒരു ഗുരുവും അതുപോലെ ഗവേഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് സെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലോർഡ് റെയ്ലി. ലോർഡ് റെയ്ലി ഇതുപോലെ പല ഫീൽഡുകളിലും വന്ന് ഫിസിക്സിൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് പേപ്പറുകൾ അദ്ദേഹത്തിന് തന്നെ തിയറിയും പബ്ലിഷ് ചെയ്യുന്നു, സ്കാറ്ററിങ്ങിലൊക്കെ. ആ തിയറിയിലൂടെ നമ്മൾ കാണാം കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം ലോർഡ് റെയ്ലിയുടെ പേര്. അപ്പോൾ രാമൻ ലോർഡ് റെയ്ലിയുടെ ഈ പ്രബന്ധങ്ങളൊക്കെ വായിച്ച് അത് പരീക്ഷ നടത്തി വെക്കണം അദ്ദേഹത്തിൻ്റെ പണി. എപ്പോഴും രാമൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ രാമൻ ലോർഡ് റെയ്ലി പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് അതിനപ്പുറം പുള്ളി കണ്ടുപിടിക്കും. ട്യൂണിംഗ് ഫോർക്കിനെ പറ്റിയിട്ട് ഒരു റെസൊനേറ്ററിനെ പറ്റിയിട്ട് വന്നൊരു റെയ്ലിയുടെ ഒരു പ്രബന്ധം ഉണ്ടായിരുന്നു. റെസൊനേറ്റർ ഒരു ബോക്സുമായിട്ട് കണക്ട് ചെയ്താൽ അതിൻ്റെ ഫ്രീക്വൻസി, അടിസ്ഥാന ഫ്രീക്വൻസിയുടെ നേരെ ഇരട്ടി ഫ്രീക്വൻസിയിലാണ് ഈ റെസൊനേറ്റർ റെസൊനേറ്റ് ചെയ്യുക. അപ്പോൾ 256ൻ്റെ ഒരു ട്യൂണിംഗ് ഫോർക്ക് നിങ്ങൾ പരീക്ഷയിൽ എടുക്കുന്ന പോലെ എടുത്ത് ഒരു 512ൻ്റെ ഒരു ബോക്സിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ 512 എന്നുള്ള ഫ്രീക്വൻസി നിങ്ങൾ കേൾക്കും. അതെന്തുകൊണ്ടാണെന്നുള്ളത് റെയ്ലി ഇത് പറഞ്ഞിട്ടുണ്ട്. രാമൻ പിന്നെ അതിന് ഫർദർ മുന്നോട്ട് പോയി. കാരണം രാമന് കൽക്കട്ടയിൽ നിന്ന് വെച്ചിട്ട് ഈ എക്താര എന്ന് പറഞ്ഞ ഇതാണ് ബാവുൾസ് ഉപയോഗിക്കുന്ന ഒരു എക്താര എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഇൻസ്ട്രുമെൻസ് അറിയാം. രാമൻ പറഞ്ഞ ഈ വലിച്ചു കെട്ടിയിരിക്കുന്ന കമ്പിയും അതുപോലെ ഒരു റെസൊനേറ്ററിൻ്റെയും എക്സാക്ട് മോഡലാണ് ഈ പറഞ്ഞ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്. രാമന് രാമൻ മ്യൂസിക്കിലോട്ട് അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഇത് മീട്ടും എന്താണ് സംഭവിക്കുക, എങ്ങനെയാണ് ഈ വലിച്ചു കെട്ടിയ കമ്പിയുടെ ഈ ഫ്രീക്വൻസി നേരെ ഡബിളിലാണ് ഇവൻ റെസൊനേറ്റ് ചെയ്യുന്നത്. അതുപോലെ എക്താരയുടെ ആ പുറത്തുള്ള 2 വടികൾ അമർത്തി കഴിഞ്ഞ് ഇതിൻ്റെ ട്യൂൺ ഫ്രീക്വൻസി മാറും. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ട്യൂൺ മാറ്റി പാടുന്നതിനൊത്തിട്ട് നമുക്കിത് വായിച്ചുകൊണ്ടിരിക്കാം, ഒറ്റ കൈ കൊണ്ട് മീട്ടിയിട്ട് വായിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അതിനെപ്പറ്റിയിട്ടുള്ള രാമൻ്റെ കുറേ സ്വന്തമായ തിയറികൾ അദ്ദേഹം എഴുതിയുണ്ടാക്കി. അതുപോലെ സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, തമ്പുരു, വീണ, ഇതെങ്ങനെയാണ് ഇതിൻ്റെ റെസൊണൻസ് വന്നിട്ട് ഇതിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഇത് എങ്ങനെ വരുന്നു, അതിൻ്റെ ബ്രിഡ്ജുകൾ എവിടെ സെറ്റ് ചെയ്യണം, ഇതൊക്കെ രാമൻ ഇരുന്ന് പഠിക്കുകയാണ് 6-7 വർഷം. എന്നിട്ട് ഈ 10 വർഷം അവിടെ ഇരുന്ന് 10 വർഷത്തിനകം രാമൻ 30 പേപ്പറുകളാണ് പബ്ലിഷ് ചെയ്തത്. വളരെ ശ്രദ്ധേയമായ ജേണലുകളിൽ നേച്ചർ, ഫിലോസോഫിക്കൽ മാഗസിൻ, ഫിസിക്കൽ റിവ്യൂ തുടങ്ങി ഫിസിക്സിൻ്റെ പല ജേണലുകളിൽ. അതിൽ രാമൻ്റെ റിമാർക്കബിൾ വർക്ക്, നമ്മൾ മറ്റുള്ളവർക്ക് ഒരിക്കലും അന്ന് ആർക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു വർക്ക് ചെയ്തത് വയലിൻ. അവിടെ ഒരു ഉപകരണം കാണിച്ചിട്ടുണ്ട്, വയലിൻ, മെക്കാനിക്കൽ വയലിൻ ഉണ്ടാക്കി. അതിൽ വയലിൻ്റെ ബോ ഒരു പർട്ടിക്കുലർ ഇതിൽ നിർത്തിയിട്ട് ബോൻ്റെ മേലെ വെയിറ്റ് നമുക്ക് ഇഷ്ടമുള്ള ബോ ലോഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. എന്നിട്ട് വയലിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, വയലിൻ വായിക്കുന്ന പോലെയുള്ള. അത് കറക്കി കഴിഞ്ഞാൽ നോക്കണം, ഇലക്ട്രിസിറ്റി ഇല്ല, വേറെ ഒരു മാർഗ്ഗമില്ല മെഷർ ചെയ്യാനുള്ളത്. നിങ്ങൾ ഈ സോണോമീറ്ററൊക്കെ ചെയ്ത പോലെ അതേ പരീക്ഷണങ്ങൾ +2 സമയത്ത് നമ്മൾ ഇലക്ട്രിസിറ്റി നിങ്ങൾ സോണോമീറ്റർ ചെയ്തിട്ടുണ്ട്. അതേ പരീക്ഷണങ്ങൾ ചെയ്തിട്ടാണ് രാമൻ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് കണ്ടുപിടിക്കുന്നത്. ഈ വയലിൻ്റെ ഏത് പ്രഷറിൽ ഏത് ഫ്രീക്വൻസിയിലാണ് ഇത് ഭംഗിയായിട്ട് റെസൊണേറ്റ് ചെയ്യുക എന്നുള്ളത് രാമൻ കണ്ടുപിടിക്കുന്നു. ആ കർവ് അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും രാമൻ റെസ്പോൺസ് കർവ് എന്നാണ് ഇപ്പോഴും അതിന് പേര്. ഇനി ഈ വർക്ക് രാമന് നോബൽ പ്രൈസ് കിട്ടിയിരുന്നില്ലെങ്കിൽ പോലും, അദ്ദേഹം ഒപ്റ്റിക്സിൽ ഒരു വർക്കും ചെയ്തിരുന്നില്ലെങ്കിൽ പോലും, ഈ ഒരു വർക്കിൻ്റെ പേര് അദ്ദേഹം എന്നെന്ന് ഓർമ്മിക്കപ്പെടും, ഇൻ മ്യൂസിക്കൽ അക്കോസ്റ്റിക്സ്. മ്യൂസിക്കൽ അക്കോസ്റ്റിക്സ് എക്കാലത്തെ അന്നത്തെ ഏറ്റവും മികച്ച വർക്ക് രാമൻ്റെതായിരുന്നു. അന്ന് വേൾഡ് റിനോൺഡ് വർക്കായിരുന്നു മ്യൂസിക്കൽ അക്കോസ്റ്റിക്സിൽ. അതിൽ ഞാൻ പറയാൻ വിട്ടുപോയത് ഇതിന് കൂടെ ചേർക്കേണ്ട ഒരു കാര്യം മൃദംഗത്തിൻ്റെ സയൻസ് അദ്ദേഹം എങ്ങനെ പഠിച്ചു കൊണ്ടുവന്നു എന്നുള്ളത്. വെസ്റ്റേൺ മ്യൂസിക്കിലും ഇതുപോലെ പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഡ്രംസ് കൊട്ടിക്കൊണ്ടിരിക്കാൻ പാട്ടിൻ്റെ കൂടെ താളത്തിന്.
പക്ഷെ നമ്മുടെ ഈ ഡ്രംസിന് ഈ മൃദംഗത്തിൻ്റെ തബലയിൽ മൃദംഗത്തിലുള്ളൊരു ഗുണം അതിൻ്റെ തല നോക്കുക, അതെങ്ങനെയാണ് നമ്മൾ കൊട്ടുന്ന സൈഡ് വെറും ഒരു മെമ്പറൈൻ അല്ല, മെമ്പറൈൻ ചുറ്റും ഒരു ടേബിൾ അവർ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. അതിന് താഴെ ഒരു മൈതാനം എന്ന് പറഞ്ഞ മൈതാനം, ഒരു പരന്ന സ്ഥലം, ശരിക്കുള്ള തോല്, അതിൻ്റെ നടുക്ക് സ്യാഹി മഷി എന്ന് പറഞ്ഞൊരു സാധനം, ഒരു ചോറൊക്കെ കുഴച്ചിട്ടൊരു ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഇത് മൂന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കൃത്യമായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ നോട്ടിന് ഓവർ ടോൺസ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്തത്. രാമൻ കാണിച്ചു ലൈക്കോപോഡിയം പൗഡർ ഇട്ടിട്ട്, വേറെ ഒരു മെഷർമെൻറ്റും ഇല്ല അന്ന്. അത് കൊട്ടിയിട്ട് ഈ ലൈക്കോപോഡിയം പൗഡർ എവിടെ സെറ്റിൽ ചെയ്യുന്നു നോക്കിയിട്ടാണ് ഓവർ ടോൺസ് പുള്ളി ഡിസൈൻ ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്തു. ഇറ്റ് വാസ് എ വേൾഡ് റിനോൺഡ് വർക്ക്. അന്ന് മറ്റാരും അങ്ങനെ ചെയ്തിട്ടില്ല. ഇങ്ങനൊരു ഇത്രയും ചീപ്പറായിട്ടൊരു എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാനില്ല വേറെ. അപ്പോൾ മൃദംഗത്തിന് ഇത്രയും, അല്ല തബലയ്ക്ക്, നമ്മൾ ഇന്ത്യൻ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഇത്രയും ഒരു ടോണൽ ക്വാളിറ്റി, നമ്മൾ ഇത്രയും ഹൃദയഹാരിയായിട്ട് തീരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ഹാർമോണിക് വരുന്നതുകൊണ്ടാണ്. സാധാരണ തോല് കെട്ടിട്ടം അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ ഈ തകരച്ചണ്ടയൊക്കെ കൊട്ടും. നമ്മളെന്നെ എണീറ്റ് പോടാന്ന് പറയും. കാരണം എന്താ വെച്ചാൽ അത്രയും ശല്യമുള്ള, അതായത് ഈ കറക്റ്റ് ഓവർ ടോൺസ് അല്ലാണ്ട് അപസ്വരങ്ങളാണ് അതിനകത്ത് മിക്കവാറും വരുന്നത്. ഇങ്ങനെ ഒരു വിദ്യ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ ഒരു സ്വരത്തിൻ്റെ ഹാർമോണിക്സ് മാത്രം ജനറേറ്റ് ചെയ്യുന്നത് അത് ഭയങ്കര സ്വീറ്റ് ആയിരിക്കും കേൾക്കാൻ. അതുകൊണ്ടാണ് മൃദംഗവും തബലയും ഇത്രമാത്രം ഇങ്ങനെ ഹൃദയഹാരിയാവുന്നതും വെസ്റ്റേൺ ഡ്രംസിനെക്കാളും അതിന് ഇത്രയും എന്താണ് മ്യൂസിക്കൽ വാല്യൂ ഉണ്ടെന്നുള്ളത് രാമൻ പറയുകയാണ്. രാമൻ അതിൻ്റെ പേരിൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അന്ന് വളരെ അംഗീകരിക്കപ്പെട്ട പുസ്തകങ്ങളാണ്. ഇനിയിപ്പം ഗവേഷണം ചെയ്ത് ഇനി അടുത്ത യൂണിവേഴ്സിറ്റിയിലാണ് രാമൻ നമ്മൾ പിന്നെ കാണുന്നത്. അപ്പോൾ നോർമലി യൂണിവേഴ്സിറ്റിയിൽ നമുക്കൊക്കെ വലിയൊരാഗ്രഹം യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത് എന്തെങ്കിലും ഒരു ജോലി കിട്ടണേ എന്നുള്ളതാണ്. അപ്പോൾ രാമൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്തതെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, രാമൻ ഇൻവൈറ്റഡ് ആവുമായിരുന്നു ഒരു സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ. അതിന് കാരണക്കാരനും വലിയൊരു വ്യക്തിയാണ് കൽക്കട്ടയിൽ അന്നത്തെ വലിയൊരു വ്യക്തി, ആശുതോഷ് മുഖർജി എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഒരു ലോയറായിരുന്നു. ലോയറും അവിടുത്തെ മേയറും ഒക്കെ ആയിരുന്നു, പല പ്രമുഖൻ. അവസാനം കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ VC ആയിട്ട് അദ്ദേഹത്തെ നിയമിച്ചു. ലോയറാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വേറൊരു സൈഡ് ഇൻട്രസ്റ്റ് സയൻസ് ആയിരുന്നു. രാമനെപ്പോലെ സയൻസ് ചെയ്യാനുള്ള കഴിവില്ല, പക്ഷെ നന്നായിട്ട് ആസ്വദിക്കും. ഈ IACSൻ്റെ ഒരു സ്ഥാപക മെമ്പർ കൂടിയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് രാമൻ ഇദ്ദേഹം നല്ല പരിചയം, ഭയങ്കര സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. രാമൻ ഇത്രയും സ്വന്തമായിട്ട് പ്രവർത്തിച്ചു, പബ്ലിഷ് ചെയ്യുന്നു. അതും വേറൊരു ഉദ്യോഗസ്ഥൻ, വേറൊരു ഓഫീസിലെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ് സ്വന്തം ഫ്രീ ടൈമിന് ഇത് ചെയ്ത് ഇത്രയും സയൻസിനെ വളർത്താൻ ശ്രമിക്കുന്നത്. അതുപോലെ രാമൻ വളരെ നന്നായിട്ട് പ്രഭാഷണം ചെയ്യുമായിരുന്നു. നല്ല ഇംഗ്ലീഷ്, വ്യക്തമായ ഇംഗ്ലീഷിലും വളരെ രസകരമായിട്ട് പ്രഭാഷണം ചെയ്യാനുള്ള കഴിവും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള കഴിവും ഒക്കെ രാമനുണ്ടായിരുന്നു. അന്ന് വളരെ ഇദ്ദേഹത്തിന് വളരെ ആകർഷണീയമായിട്ടുള്ള ഒരാളായിട്ട് രാമന് അദ്ദേഹത്തിന് തോന്നി. അതുപോലെ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ അന്ന് സ്വന്തമായിട്ട് കോളേജില്ല, നോ അഫിലിയേറ്റഡ് കോളേജസ് എന്നുള്ളതാണ് ഈ കൽക്കട്ട യൂണിവേഴ്സിറ്റീൻ്റെ ഒരു പ്രത്യേകത. അപ്പം അത് ആകെ ചെയ്തുകൊണ്ടിരുന്നത് ഈ പ്രസിഡൻസി കോളേജിലും മറ്റും പരീക്ഷ നടത്താനുള്ള ഒരു മെക്കാനിസമായിട്ടാണ് യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആശുതോഷ് മുഖർജി ആദ്യം തന്നെ പറഞ്ഞു, നമുക്കൊരു VC ആയിരുന്നു ഫസ്റ്റ് പുള്ളിയുടെ അജണ്ട, ഒരു സയൻസ് കോളേജ് സ്ഥാപിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ മാർഗം കണ്ടുപിടിച്ചു. അതിനകത്ത് ആൾക്കാർ വേണം, കാരണം ഇത് ആരും സപ്പോർട്ട്, എവിടുന്ന് ശമ്പളം കൊടുക്കും എന്നുള്ള ഒരു വലിയ ക്വസ്റ്റൻ ആയിരുന്നു. ശമ്പളം കൊടുക്കാൻ ഇതൊരു മാർഗം കണ്ടുപിടിച്ചത് അദ്ദേഹത്തിൻ്റെ കുറച്ച് ധനാഢ്യന്മാരുടെ കയ്യിൽ നിന്ന് എൻഡോമെൻറ്റ് ഫണ്ടുകൾ സംഘടിപ്പിച്ച്, അപ്പോൾ ഒരു പാലിത്ത് എന്ന് പറഞ്ഞൊരു ധനാഢ്യൻ്റെ കയ്യിൽ നിന്ന് ഒരു ഫിസിക്സിൻ്റെ പ്രൊഫസർഷിപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം സ്പോൺസർഷിപ്പ് കണ്ടുപിടിച്ചു. രാമനെ വിളിച്ചു. രാമനോട് പറഞ്ഞു, ക്യാൻ യു കം, നമുക്കിവിടെ ഒരു ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിക്കാം. രാമന് പൂർണ്ണമായ സമ്മതമായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഇദ്ദേഹം ഒരു ജോലിയിലിരിക്കുകയാണ്. ഇതൊരു ജോലിയല്ല, കാരണം സ്ഥിരമായി ശമ്പളം കിട്ടുന്ന ജോലിയല്ല. മറ്റേ സ്ഥലത്താണെങ്കിൽ ശമ്പളം സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും, ഒരുപാട് പ്രൊമോഷൻ സാധ്യതകൾ, അതായത് അക്കൗണ്ടൻറ്റ് ജനറൽ വരെയുള്ള പൊസിഷൻ. അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ ഡെപ്യൂട്ടി ആയാൽ പോലും അതൊരു ഫൈനാൻസ് മിനിസ്റ്റർക്ക് ഈക്വലൻ്റാണ് ആ സ്ഥിതി. രാമൻ ഏത് സമയത്തും ആ ഒരു ലാഡർ ചവിട്ടി അദ്ദേഹത്തിന് മുന്നോട്ട് പോയി ഒരു ഉദ്യോഗസ്ഥനായി ജീവിച്ച് പ്രശ്ന ഉദ്യോഗസ്ഥനായി മരിക്കാൻ ഒരു ട്രാക്ക് മുന്നിലിരിക്കുകയാണ് രാമൻ പ്രൊഫസറാകാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഒരേ സമയത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ലീവ് തരാനും പറ്റില്ല എന്ന് പറഞ്ഞു ആ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന്. പക്ഷേ ആശുതോഷ് മുഖർജി പറഞ്ഞു, നിങ്ങൾക്കിവിടെ ശമ്പളം അധികമൊന്നും ഉണ്ടാവില്ല, ഈ എൻഡോമെൻറ്റ് എനിക്ക് ആ കിട്ടുന്ന 600 രൂപയാണ്. അപ്പോൾ രാമനോട് 1300 രൂപ സാലറി കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ 600 രൂപയെ തരാനുള്ളൂ. രാമൻ ഒരു സുപ്രഭാതത്തിലൊരു തീരുമാനം എടുത്തു, ജോലി റിസൈൻ ചെയ്യാം, ഇവിടെ വന്ന് ജോയിൻ ചെയ്യാം. അതെന്ത് വയസ്സായിട്ടാണ് തീരുമാനം. രാമൻ്റെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പും വെൽ പ്ലാൻഡ് ആയിരുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കും
ശമ്പളം കൊണ്ട് നഷ്ടപ്പെട്ടത് വേറെ സ്ഥലത്ത് പല സ്ഥലത്തിലും രാമൻ തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കരിയർ അദ്ദേഹത്തിൻ്റെ സ്വന്തം കരിയറിലുള്ള അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ്, അതാണ് ആത്മവിശ്വാസം, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഭാവിയിൽ എനിക്ക് ഇന്നിന്ന തലത്തിലേക്ക് ഞാൻ എത്തും എന്നുള്ളത്. ആത്മവിശ്വാസത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇനിയും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഇത്രയും വലിയ വർക്ക്, നൊബേൽ പ്രൈസ് ഒക്കെ കിട്ടാനുള്ള വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോറിൻ കൊളാബറേഷൻ, അതായത് ആഗോളതലത്തിലുള്ള ഒരു വർക്ക് ചെയ്യണം എന്നുള്ള ഒരു കൊളാബറേഷൻ, സഹായങ്ങളും ചർച്ചകളൊക്കെ വേണമെന്നുള്ളതാണ് വെപ്പ്. ഇവിടെ നമുക്ക് രാമൻ ആരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടില്ല. ഈവൻ രാജ്യം വിട്ട് പോകാൻ പോലും രാമന് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഒരു തവണ ഇത് ഇവിടെ ഇവർ പറഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റി തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് പിന്നെ പുറത്ത് പോയി കുറച്ച് ഫോറിൻ എക്സ്പീരിയൻസ് ഒക്കെ ആയിക്കൂടെ. രാമൻ പറഞ്ഞു, നോ, സെൻഡ് ഫോറിൻ സ്റ്റുഡൻസ് ഹിയർ. അവരോട് പറയും നിങ്ങളെ സ്റ്റുഡൻസിന് ഇവിടെ ആക്കി ഞാൻ ട്രെയിൻ ചെയ്യിക്കാം. രാമന് പറയാൻ അധികാരമുണ്ട്. കാരണം അന്ന് ഏറ്റവും നല്ല വർക്കുകളോ അക്കോസ്റ്റിക്സിലൊക്കെ എത്ര തന്നെ എന്താണ് വളരെ ഇമ്പ്രസീവ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ രാമൻ. അവരിങ്ങോട്ട് വരണം, ഞാൻ പഠിപ്പിക്കാമെന്നാണ് രാമൻ പറയുന്നത്. അപ്പോൾ അന്നത്തെ രാമൻ പുറത്ത് പോകണ്ടെന്ന് തീരുമാനിച്ചു. അന്നത്തെ രാമൻ്റെ റുട്ടീൻ എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുക, കാലത്തെ മറ്റവിടെ പോയി റിസർച്ച് ചെയ്യുക, കാലത്തെ റിസർച്ച് ചെയ്യുക, യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുക, തിരിച്ചു പോവുക, ഇതായിരുന്നു റുട്ടീൻ. അതായത് IACS അവിടുത്തെ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു റിസർച്ച് ലാബായിട്ട് രാമൻ മാറ്റിയെടുത്തു. പിന്നെ ഇവിടെ വേറൊരു സൗകര്യം കിട്ടിയത് രാമന് 3 സ്റ്റുഡൻസിനെ കിട്ടി, റിസർച്ച് സ്റ്റുഡൻസിനെ കിട്ടി. പ്രൊഫസറായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ സൗകര്യമുണ്ട് കൂടെ. അതുവരെയും രാമൻ ഒറ്റയ്ക്ക് വർക്ക് ചെയ്ത്, പിന്നെ രാമന് കൂടെ ആളെ കിട്ടി. അപ്പോൾ അദ്ദേഹം അതുപോലെ ആ ഫീൽഡ് ഇത്തിരി ഒന്ന് മാറ്റി. സ്കാറ്ററിങ് എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് സ്കാറ്ററിങ്ങിൻ്റെ ടോപ്പിക്കിലോട്ട് അദ്ദേഹം വരുവാണ്. ഈ 3 സ്റ്റുഡൻസ് വന്നപ്പോഴേക്കും 3 പേർക്കും വ്യത്യസ്തമായ ടോപ്പിക്കുകൾ കൊടുത്ത് അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതിൽ ആദ്യത്തെ വ്യക്തി രാമനാഥൻ, മലയാളിയാണ്. ഇവിടെ തിരുവനന്തപുരത്തൊക്കെ പഠിച്ച് അവസാനം കൽക്കട്ട പ്രസിഡൻസി കോളേജിൽ പോയി അവിടെ പഠിച്ച് രാമൻ്റെ കൂടെ റിസർച്ചിൽ ചേർന്നു. KS കൃഷ്ണൻ, അദ്ദേഹം ഫേമസ് ആണ്. കൃഷ്ണൻ തമിഴ്നാട്ടുകാരനാണ്. KR രാമനാഥൻ മീറ്റിയറോളജി ഡിപ്പാർട്ട്മെൻറ്റ്, കാലാവസ്ഥാ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പിന്നെ പ്രവർത്തിച്ച് സീനിയറായി. അവസാനം അഹമ്മദാബാദ് PRL ഡയറക്ടറായി വിരമിച്ച്. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയർ. KS കൃഷ്ണൻ പിന്നീട് NPL, ഇദ്ദേഹത്തിൻ്റെ റിസർച്ചൊക്കെ കഴിഞ്ഞ് ഡൽഹി NPL ഡയറക്ടറായി. പിന്നെ അവിടെ KS കൃഷ്ണന്മാർക്കൊക്കെ ഉണ്ട് ഡൽഹിയിൽ വളരെ എന്താണ് പറയുക, CSIR ഒക്കെ വലിയ തലപ്പത്തിരുന്ന ആളാണ്. പിന്നെ സൂരി ഭഗവന്തം ആന്ധ്രക്കാരനാണ്. ആന്ധ്രയിൽ നിന്ന് വന്ന് രാമൻ്റെ കൂടെ റിസർച്ചിന് ജോയിൻ ചെയ്തു. പിന്നെ അദ്ദേഹം തിരിച്ച് ആന്ധ്രയിൽ പോയി, ഒസ്മാനിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി. പിന്നെ സായിബാബയുടെ ഭക്തനൊക്കെ ആയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ലൈഫ് അങ്ങോട്ട് പോയി. അപ്പോൾ ഇനി തൽക്കാലം ഞാൻ പറഞ്ഞു എന്നുള്ള ആരൊക്കെയാണ് രാമൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്നുള്ളത്. രാമനും ഒരു ടീം വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇനിയുള്ളത് നമ്മുടെ നീലാകാശ പച്ചക്കടൽ എന്ന് പറഞ്ഞ വലിയൊരു ചരിത്ര സംഭവമാണ്. രാമൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നൊബേൽ പ്രൈസ് വിന്നിങ് ഒരു ടോപ്പിക്കിലോട്ട് വന്നെന്നുള്ളത്. അതിന് മുമ്പായിട്ട് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. രാമന് PhD, ഓണററി PhD ആണ് കൽക്കട്ട യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത്. അന്ന് 1921 അദ്ദേഹത്തിന് ഓണററി PhD കൊടുക്കുന്നു. അങ്ങനെ രാമന് PhD കിട്ടുന്നു. രാമന് ഇതൊന്നും ബോധമായിരുന്നില്ല. ഞാൻ റിസർച്ച് ചെയ്യും, പബ്ലിഷ് ചെയ്യും, ഇതൊക്കെയാണ് രാമൻ്റെ സ്റ്റൈൽ. ഈ പാലറ്റ് പ്രൊഫസർ എന്ന് പറഞ്ഞിട്ട് ആ പ്രൊഫസർഷിപ്പിന്, കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർഷിപ്പിന് ചില ക്രൈറ്റീരിയ ഉണ്ട്. നമ്മളെല്ലാ ഇതിലും പോലെ ക്രൈറ്റീരിയൻ വെക്കുമല്ലോ നമ്മളൊരു ജോലിക്ക് ചേരാൻ വേണ്ടിയിട്ട്. അതിലൊന്നാമത്തെ ക്രൈറ്റീരിയൻ വിദേശ രാജ്യത്ത് എവിടെയെങ്കിലും പോയിട്ട് എക്സ്പീരിയൻസ് ഉള്ള, അന്ന് സായിപ്പന്മാരെ ലക്ഷ്യമിട്ടിട്ടാണ് ഈ നുറുകളൊക്കെ ഉണ്ടാക്കുന്നത്. അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയാണത്. അവിടെ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും വന്നു ഫോറിൻ എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഒന്നൊരു സായിപ്പ് ആവണം, അല്ലെങ്കിൽ ഫോറിൻ എക്സ്പീരിയൻസ് ഉണ്ടാവണം. രാമനോട് ആദ്യം ഇത് പറഞ്ഞപ്പം അശോക് മുഖർജി പറഞ്ഞു, രാമൻ പുറത്ത് പോയിട്ട് ഒരു ഫോറിൻ എക്സ്പീരിയൻസ്, അതാണ് നേരത്തെ പറഞ്ഞു, ഫോറിൻ എക്സ്പീരിയൻസ് വേണ്ടതെന്ന് ചോദിച്ചപ്പം രാമൻ്റെ മറുപടി അതായിരുന്നു, ഞാൻ പോകുന്നില്ല എന്നുള്ളത്. അപ്പം അല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ് താൽക്കാലികമായിട്ടാണ് ഇദ്ദേഹം അശോക് മുഖർജിയെ നിയമിച്ചത്. പക്ഷേ എങ്കിലും പുറത്ത് പോയേ പറ്റൂ വിദേശത്ത് അദ്ദേഹത്തെ. കാരണം അശോക് മുഖർജിക്കൊക്കെ യൂണിവേഴ്സിറ്റിയോട് ഇത് പറയണം, ഇദ്ദേഹം ഏബിളാണെന്നുള്ളത്. അപ്പം ഒരു സയൻസ് യൂണിവേഴ്സിറ്റീസ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു മീറ്റ് വന്നു. അതായത് വിവിധ കോളനികളിലുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ ബ്രിട്ടനിൽ പോയി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോയിട്ട് ഒരു മീറ്റ്. അപ്പോൾ അശോക് മുഖർജിക്ക് ഒരു ചാൻസ് കിട്ടി രാമൻ എങ്ങനെ പറഞ്ഞേക്കാൻ വേണ്ടി. അപ്പം ഇന്ത്യ എന്നുള്ള റെപ്രസെൻറ്റേറ്റീവായിട്ട് രാമൻ എങ്ങനെ നോമിനേറ്റ് ചെയ്തു. രാമന് പോണ്ടി വന്നു. രാമൻ പോയി ഓക്സ്ഫോർഡ്, അത് ഭയങ്കര രസമുള്ളൊരു സംഭവം രാമൻ വിവരിക്കുന്നുണ്ട്. ഇദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോയപ്പം അവിടെ നമ്മുടെ റുദർഫോർഡ്, ശരിക്കും നമ്മൾ ആക്ച്വൽ റുദർഫോർഡിൻ്റെ ഒരു ടോക്ക്, റുദർഫോർഡിൻ്റെ ടോക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാമൻ അവിടെ എത്തുന്നത്. രാമൻ ആദ്യമായിട്ട് അവിടെ പോവാണ്. അപ്പോൾ രാമനിങ്ങനെ കയറി വരുന്നു, ബാക്കിലിരിക്കാൻ ആളൊക്കെ നിറഞ്ഞിരിക്കും. ബാക്കിൽ ഇരിക്കാനിങ്ങനെ പോകുമ്പം റുദർഫോർഡ് പെട്ടെന്ന് പ്രസംഗം നിർത്തുന്നു. എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞാൽ, ഹലോ പ്രൊഫസർ രാമൻ, കം ടു ദ ഫ്രണ്ട്.
രാമനെ കണ്ണു തള്ളി. റുദർഫോർഡ് അദ്ദേഹം കണ്ടില്ല, റുദർഫോർഡ് അദ്ദേഹത്തെ കണ്ടില്ല, ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ ടോക്ക് കഴിഞ്ഞ് രാമൻ മുന്നിൽ വന്നിട്ട് ടോക്കൊക്കെ കേട്ട് ടോക്ക് കഴിഞ്ഞിട്ട് ചോദിച്ചു, പ്രൊഫസർ റുദർഫോർഡ് നിങ്ങൾ എങ്ങനെയാണ് എന്നെ ഐഡൻറ്റിഫൈ ചെയ്തത്? അപ്പോൾ പറഞ്ഞു, ഐ ഹാവ് റെഡ് യുവർ ന്യൂമറസ് പേപ്പേഴ്സ് ആൻഡ് ഐ നോ യു ആർ എൻ ഇന്ത്യൻ. ഈ ഒരു തലയിലൊരു ഈ കെട്ടും കെട്ടി വന്ന ഒരാൾ നിങ്ങളാണെന്നുള്ള എനിക്ക് 100% ഉറപ്പാണ്. അതായിരുന്നു ഈ രാമൻ്റെ ടർബൻ്റെ ഒരു ഗുണം. അപ്പം അത് വിദേശത്ത് തൊപ്പി വെക്കാൻ ടർബനൊക്കെ കെട്ടിയിട്ട് തന്നെയാണ് രാമൻ പോവാറ്. അപ്പോൾ ഇങ്ങനെ രസകരമായൊരു അനുഭവം പറഞ്ഞു. എന്നിട്ട് അവിടെ തിരിച്ചു വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഫീൽഡ് മാറുന്ന ഒരു കാര്യം ആലോചിക്കുന്നത്. അതായത് അന്ന് ലോർഡ് റെയ്ലി തന്നെയും പറഞ്ഞിരുന്നു, ഈ രാമൻ ഏറ്റവും ആകർഷണീയമായി തോന്നി ചെന്നൈയിൽ ജനിച്ച് വളർന്നെങ്കിലും കടലിനെ പറ്റി അധികം അദ്ദേഹം ബോധമായിരുന്നില്ല. അതായത് ഉൾക്കടലിലോട്ട് പോയിട്ടില്ല. കടൽ നമ്മൾ പുറമേ നിന്ന് കാണുന്നല്ലാണ്ട് കടലിൻ്റെ ഉള്ളിലോട്ട് പോകും തോറും നമ്മളെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്ന ഒരു കാര്യം കടലിൻ്റെ ആ പച്ച നിറമാണ്. ആകാശത്തിൻ്റെ നീലയും കടലിൻ്റെ പച്ചയും ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ കപ്പലിൽ പോയിട്ടുള്ളവർക്കൊക്കെ ആ അനുഭവം അവർ എന്നെ പറയും, ആ കളറിൻ്റെ ഇത്. അപ്പോൾ രാമൻ എല്ലാ സമയത്തും ഈ പേപ്പർ വായിച്ച് രാമൻ എപ്പോഴാണ് ഓർമ്മ വന്നത്, ഇത് കണ്ടപ്പോൾ രാമന് വല്ലാത്തൊരു ഇത് തോന്നി. അതിൻ്റെ എന്തുകൊണ്ടാണ് അതിൻ്റെ ഫിസിക്സ് എന്താണ്, നമ്മളൊക്കെ അത് ആസ്വദിച്ച് വരും. അപ്പോൾ രാമൻ അതിൻ്റെ ഫിസിക്സാണ് ആലോചിച്ചത്. അപ്പോൾ ഇത് ഇറ്റ്സ് ഡ്യൂ ടു സ്കാറ്ററിങ് എന്നുള്ളതാണ്, റിഫ്ലക്ഷൻ എന്നുള്ളതാണ് ലോർഡ് റെയ്ലി പറഞ്ഞിരുന്നത്. റെയ്ലിയുടെ പേപ്പറിലുണ്ട്, അദ്ദേഹം റെയ്ലി കുറേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. രാമന് റിഫ്ലക്ഷൻ ആണെങ്കിൽ അത് സെയിം കളറാണ് കാണേണ്ടത്. അതുപോലെ പോളറൈസേഷൻ ഉണ്ടാവേണ്ടതാണ്. രാമൻ്റെ കയ്യിൽ ഒരു ചെറിയ പോക്കറ്റ് ഒരു ഉപകരണം രാമൻ എപ്പോഴും കൊണ്ടു നടന്നിരുന്നു, ഒരു നിക്കോൾ പ്രിസം തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോളറൈസേഷൻ അറിയാൻ പറ്റും. അതുപോലെ വേറെ ചെറിയ പോക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് രാമൻ എപ്പോഴും കൊണ്ടു നടക്കാറുണ്ട് ഈ ഒപ്റ്റിക്കൽ എക്സ്പീരിയൻസ് ചെയ്യാൻ. അപ്പോൾ രാമൻ കപ്പലിൽ കയ്യിലുണ്ടായിരുന്നു, അത് വെച്ചുകൊണ്ട് രാമൻ ഇത് അളന്ന്. രാമൻ പറഞ്ഞിട്ട് പിന്നെ ഇതിൽ പോളറൈസേഷൻ ഇല്ല, അപ്പോൾ ഇറ്റ് ഷുഡ് ബി സ്കാറ്ററിങ്. അപ്പോൾ രാമൻ്റെ മനസ്സിൽ പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി മോളിക്യൂൾ സ്കാറ്ററിംഗ് ഉള്ള രാമൻ എന്ന് പറഞ്ഞിരുന്നത്, നോട്ട് ഡ്യൂ ടു റിഫ്ലക്ഷൻ. അതിനകത്തോട്ട് കടലിനകത്തുള്ള മോളിക്യൂൾസ് ഇത് സ്കാറ്റർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെ എന്തെന്നുള്ളതൊന്നും അവിടെ നിന്ന് നേരെ കയറി പരീക്ഷണം നടത്താൻ പറ്റില്ല. അപ്പോൾ രാമൻ തിരിച്ച് പക്ഷേ രാമൻ ഒരു കാര്യം, ഈ ഒബ്സർവേഷൻ അദ്ദേഹം ഒരു പേപ്പറായിട്ട് എഴുതി കപ്പലിൽ വെച്ചിട്ട് തന്നെ സ്ക്രിപ്റ്റ് എഴുതാണ് രാമൻ. എന്നിട്ട് കപ്പൽ ആഫ്രിക്കയിൽ അറ്റ്ലാന്റിക് കടന്ന് ഈഡൻ തുറമുഖത്തെത്തുമ്പോഴേക്കും രാമൻ പുറത്തിറങ്ങി ആദ്യം ചെയ്തത് ഇത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യലാണ് നേച്ചറിന് വേണ്ടി. അത് പബ്ലിഷ് ചെയ്ത് വന്നു നേച്ചറിൽ. പിന്നെ രാമൻ മുംബൈയിൽ എത്തുമ്പോഴേക്കും അടുത്തൊരു പേപ്പർ കൂടി എഴുതുന്നു. അതാണ് രാമൻ്റെ ചരിത്രം. അപ്പം ഇനി അടുത്തത് ഈ ഒരു പഠനം 1921 തൊട്ട് 26, 27 വരെ രാമൻ തുടർച്ചയായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ മോളിക്യുലർ സ്കാറ്ററിംഗ് എന്നുള്ള ആ പ്രതിഭാസം ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ എങ്ങനെ, അതായിരുന്നു രാമൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ. ഇതിൽ നമ്മളൊക്കെ മനസ്സിലെടുത്ത് രാമൻ പ്രശസ്തമായിട്ട് വർക്ക് ചെയ്തു. രാമന് നോബൽ പ്രൈസ് കിട്ടി അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് രാമൻ നോബൽ പ്രൈസ് പിടിച്ചു വാങ്ങിക്കുകയായിരുന്നു. ആരും നോബൽ പ്രൈസ് വിളിച്ചു കൊടുത്തതല്ല, രാമൻ പിടിച്ചു വാങ്ങിക്കുന്നു ത്രൂ എ വെരി ക്ലവർ കണ്ണിങ് ആൻഡ് മെറ്റിക്കുലസ് മൂവ്മെൻറ്റ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിപ്പോൾ എത്ര തവണ ഇത് ആരെങ്കിലും ഓപ്പണായിട്ട് രാമൻ്റെ ജീവിതത്തിൽ ഡിസ്കസ് ചെയ്തിട്ടൊന്നും അറിഞ്ഞുകൂടാ, പക്ഷെ നമുക്ക് കാണാം രാമൻ എങ്ങനെ അത് സാധിച്ചു എന്നുള്ളത്. അപ്പോൾ രാമൻ മോളിക്യൂൾ സ്കാറ്ററിങ്ങിനെ പറ്റി കുറച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങും. അപ്പോൾ റെയ്ലി സ്കാറ്ററിങ്, അതായത് ഫ്രീക്വൻസി മാറാതെ സ്കാറ്റർ ചെയ്യാം. അതാണ് നമ്മൾ ബ്ലൂ ആകാശത്തിൻ്റെ നീല കളറിൽ നമ്മൾ കാണുന്നത്. അതും ഫ്രീക്വൻസി മാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ആരും പരീക്ഷിച്ച് തെളിയിച്ചിട്ടില്ല. അതൊന്നും ഒപ്റ്റിക്കൽ ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് സ്പെക്ട്രോസ്കോപ്സ് വേണം, അതിൽ ബ്രൈറ്റ് ലൈറ്റ് വേണം. അപ്പോൾ ഈ കിട്ടുന്ന സ്കാറ്റേർഡ് ലൈറ്റ് ബ്രൈറ്റ് ആയിട്ട് മാത്രം നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ പോലെ ഉപകരണങ്ങളില്ല അന്ന്. പക്ഷേ ഈ രാമന് അന്ന് അറിയാമായിരുന്ന ഒരു കാര്യം, ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടും എന്ന് രാമന് അറിയാമായിരുന്നു. കാരണം റെയ്ലിയുടെ പേപ്പർ വായിച്ചിട്ട് അന്നത്തെ ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന എല്ലാ പ്രബന്ധങ്ങളും റെയ്ലിയുടെ അഭിപ്രായങ്ങളാണ്. രാമൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ അന്നത്തെ ഏറ്റവും ടോപ്പ് ആളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിയറീസ് ട്രാക്ക് ചെയ്യുക, അതിൻ്റെ മേലെ ചാടിക്കയറുക എന്നുള്ള രാമൻ്റെ അന്നത്തെ അതുവരെയുള്ള സ്റ്റൈൽ. ഇപ്പോൾ രാമൻ ആദ്യമായിട്ട് രാമൻ സ്പെക്ട്രം റെക്കോർഡ് ചെയ്ത് സ്പെക്ട്രോസ്കോപ്പാണ് ഇത് കാണുന്നത്. അതിൽ കൃഷ്ണനാണ് മെയിൻലി നമ്മൾ ഈ ടോപ്പിക് അദ്ദേഹം കൊടുത്തത്, ആ ലിക്വിഡ് എന്നുള്ള സ്കാറ്ററിങ്. അപ്പം ഇതിൽ ഫ്രീക്വൻസി നമുക്ക് രേഖപ്പെടുത്താൻ ഏറ്റവും വലിയ പ്രശ്നം ഫ്ലൂറസൻസ് എന്ന് പറയുന്ന ഫിനോമെനാണ്. ഫ്ലൂറസൻസ് ധാരാളമായിട്ട് ഉണ്ടാകുന്നതുകൊണ്ട് ചെറിയ ഫ്രീക്വൻസി ചേഞ്ചുള്ള വളരെ ഫീബിൾ സ്കാറ്ററിങ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവർ കഴിയുന്നത്ര പരിശ്രമിച്ചു. പിന്നെ രാമൻ ഒരു സൊല്യൂഷൻ പറഞ്ഞത്, പക്ഷെ അന്ന് അത്ഭുതം നോക്കുക, അവർ ചെയ്തുകൊണ്ടിരുന്ന അന്ന് ഇലക്ട്രിസിറ്റി ലൈറ്റ് ഇല്ല അവിടെ അവരുടെ പരീക്ഷണശാലയിൽ. അവർ ചെയ്തുകൊണ്ടിരുന്നത് പുറത്ത് സൂര്യപ്രകാശം, ഒരു ഹീലിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞ ഒരു മിറർ എന്ന് ലഭ്യമായിരുന്നു. പുറത്ത് സൂര്യപ്രകാശം നിന്ന് മിറർ വെച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് സ്പെക്ട്രോസ്കോപ്പിലെടുത്ത് ഫിൽട്ടർ വെച്ചിട്ട്
വയലറ്റ് ആൻഡ് ഗ്രീൻ കോംപ്ലിമെൻ്ററി ഫിൽറ്റർ വെച്ചിട്ട് ഒരു ടെക്നിക്ക് രാമൻ ഡെവലപ്പ് ചെയ്തു. അതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു ഫ്രീക്വൻസി വ്യത്യസ്തം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ളായിരുന്നു രാമൻ്റെ ഒരു സജഷൻ. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് കൃഷ്ണൻ, പല സ്റ്റുഡൻസും അതുപോലെ പ്രധാനമായിട്ട് കൃഷ്ണനായിരുന്നു ഇതിൻ്റെ മേലെ വർക്ക് ചെയ്തത്. അപ്പോൾ കൃഷ്ണൻ ഒരു ഫെബ്രുവരി 26 കൃഷ്ണൻ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി, ഇങ്ങനെ ഒരു ഫ്രീക്വൻസി ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട് എന്ന്. വളരെ ഫീബിളാണ് ഇത്. അപ്പോൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് പ്രൊഫസറെ വിളിച്ചു വന്ന് 26-ന്. അപ്പം വിളിച്ച് പറഞ്ഞു, സാർ അത് എനിക്ക് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് പ്രൊഫസർ ഒന്ന് വന്ന് കാണണം. അപ്പോൾ രാമൻ ഓടി വന്നു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇത് കാണാൻ വേണ്ടി. അപ്പോൾ വന്നപ്പോഴേക്കും ഈ സൂര്യനൊക്കെ അസ്തമിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോൾ കൃഷ്ണൻ എന്താ പറ്റിയെന്ന് വെച്ചാൽ വീട്ടിലെന്തോ ഒരു ഫംഗ്ഷൻ, അപ്പോൾ നാട്ടിൽ പോകണം. അപ്പോൾ പ്രൊഫസർ ഞാൻ നാട്ടിൽ പോയിട്ട് വരാം. നീ പോയിക്കൊന്നു പറഞ്ഞു. അപ്പോൾ പിറ്റേന്ന് എന്ത് സംഭവിച്ചു, 26 കഴിഞ്ഞു. 27-ന് ഇദ്ദേഹം രാമൻ അന്ന് ട്രൈ ചെയ്തു, അന്ന് മുഴുവൻ ട്രൈ ചെയ്ത് കിട്ടി. പക്ഷെ അന്ന് ഒന്ന് സംഭവിച്ചത്, അവർക്കൊരു ഇല്യൂമിനേഷൻ, ഒരു ലൈറ്റ്, മെർക്കുറി ആർക്ക് ലാമ്പ് ആ ലാബിലേക്ക് കിട്ടുന്നു. മെർക്കുറി ആർക്ക് ലാമ്പ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബ്രൈറ്റ് ലൈറ്റ് കിട്ടും. അപ്പം 27-ന് രാമൻ വരുന്നു, ബ്രൈറ്റ് ലൈറ്റ് വെക്കുന്നു, എന്നിട്ട് സ്പെക്ട്രം എടുക്കുന്നു. അദ്ദേഹത്തിന് അവിടെ അത് കിട്ടുന്നു. കൃഷ്ണൻ കണ്ണുകൊണ്ട് ഒബ്സർവ് ചെയ്ത സാധനം അവിടെ അദ്ദേഹത്തിന് രാമൻ റെക്കോർഡ് ചെയ്യുന്നു. കൃഷ്ണൻ സ്ഥലത്തില്ല, വീട്ടിലെ ഫംഗ്ഷന് വേണ്ടി ലീവ് എടുത്ത് പോയിരിക്കുകയാണ്. രാമൻ അത് ഒബ്സർവ് ചെയ്യുന്നു. 28 ഫെബ്രുവരി ഏർലി മോർണിംഗ് അദ്ദേഹം ഈ ഫിലിം ഡെവലപ്പ് ചെയ്തെടുത്തു. അന്ന് തന്നെ അദ്ദേഹം ഒരു പേപ്പർ എഴുതുന്നു, രാമൻ ഇഫക്റ്റ്. കൃഷ്ണനില്ല, കൃഷ്ണൻ നാട്ടിലാണ്. അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും ശ്രദ്ധിച്ചോളൂ, ഗൈഡ് പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ട് മാത്രമേ നിങ്ങൾ ബാക്കി വീട്ടിലൊക്കെ പോകാവൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇൻവെൻഷൻ അന്ന് തന്നെ അദ്ദേഹം എഴുതി, സ്വന്തം പേരിൽ എഴുതി. അതിന് ട്രിക്ക് അദ്ദേഹത്തിൻ്റെ വളരെ വിദഗ്ധമായ ചില കാര്യങ്ങളുണ്ട്. കാരണം രാമൻ അറിയാം, ഇത് വേൾഡിൽ ആരും കണ്ടുപിടിച്ചില്ലാത്തൊരു കാര്യമാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്, എനിക്ക് ഇതിൻ്റെ ക്രെഡിറ്റ് കിട്ടണം എന്നുള്ളതാണ് രാമൻ്റെ ഒരു സ്റ്റാൻഡ്. അത് ലൈഫ് ടൈം രാമൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് വേണ്ടിയിട്ട്. അപ്പോൾ രാമൻ ഇഫക്റ്റിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതായത് സ്കാറ്ററിങ് സംഭവിക്കുമ്പോൾ, ലിക്വിഡിലൂടെ സ്കാറ്ററിങ് സംഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമെങ്കിലും അതിൻ്റെ ഫ്രീക്വൻസി, തരംഗദൈർഘ്യം വ്യത്യാസപ്പെടാം. ഈ വ്യത്യാസം അതിലുള്ള മോളിക്യൂൾ, തന്മാത്രകളുടെ ഒരു എന്താണ് പറയുക, ഒരു ഫിംഗർ പ്രിൻറ്റ്, വിരലടയാളം അതിനകത്ത് ഉണ്ടാവും. അതാണ് അതിൻ്റെ കാര്യം. ഇന്ന് രാമൻ സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാറ്റിലും നമ്മൾ ഫൈനലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മോളിക്യൂളർ സ്ട്രക്ചർ കണ്ടുപിടിക്കലാണ് ഈ സ്പെക്ട്രം വെച്ചിട്ട്. അപ്പോൾ രാമൻ ഫൈനലി അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അദ്ദേഹം പിന്നെ ചെയ്തത് വളരെ വിദഗ്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഒരു ജേണൽ എടുക്കണം. IACSൻ്റെ ഒരു ജേണലുണ്ട്. രാമൻ IACS ജേണലിൽ നേരെ ഇതങ്ങ് പബ്ലിഷ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു 10-20 കോപ്പികൾ അദ്ദേഹം തന്നെ പ്രിൻറ്റ് ചെയ്യുന്നു രാമൻ്റെ സ്വന്തം ചിലവിൽ. എന്നിട്ട് ഇത് മുഴുവൻ പെട്ടെന്ന് പോസ്റ്റലായിട്ട് എല്ലാവർക്കും അയച്ചു കൊടുത്തു, വേൾഡ് വൈഡ്. അന്ന് നമുക്ക് സോഷ്യൽ മീഡിയ കാര്യങ്ങളോ ഒന്നുമില്ല, ഇമെയിലോ ഒന്നുമില്ല. ഇത് രാമൻ അന്നേരത്തെ മനസ്സിലായി, ഇത് 4 പേർ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എനിക്കൊരു പ്രയോറിറ്റി കിട്ടും. പ്രയോറിറ്റി അത് വലിയൊരു കാര്യം, ഒരു കാര്യം കണ്ടുപിടിച്ചുള്ള പ്രയോറിറ്റി. കാരണം സമാന്തരമായിട്ട് ഒരുപാട് പേർ പഠിക്കുന്ന രാമൻ അറിയാം. എല്ലാവർക്കും ഇതങ്ങ് അയച്ചു കൊടുത്തു. ഒരു 2-3 ആഴ്ച കൊണ്ട് വേൾഡ് വൈഡ് എല്ലാ പ്രൊഫസേഴ്സിനും ഈ സാധനം കൈ കിട്ടുന്നു, അതിൻ്റെ പേപ്പറിൻ്റെ കോപ്പി. ഇവരൊക്കെ എന്ത് ചെയ്തു, അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാമൻ ചെയ്ത ആ ബ്രൈറ്റ് ലൈറ്റിൽ നമുക്ക് ഈ ഗ്ലിസറിലാണ് അത് കാണുന്നത്. അപ്പോൾ വേറെ ഇതിൽ ലിക്വിഡ്സിലും അത് കാണാം. അപ്പോൾ പലരും ഇത് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവർക്കും കിട്ടുന്നു. രാമൻ പറഞ്ഞ ആ ഒരു കണ്ടീഷൻ വെക്കുമ്പോഴേക്കും എല്ലാവർക്കും കറക്റ്റ് ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും അത് കിട്ടുന്നു. അടുത്ത വർഷം ആകുമ്പോഴേക്കും 1929 400 പേപ്പറുകളാണ് പബ്ലിഷ് ചെയ്തത് ഈ ഇഫക്റ്റിൽ. അപ്പോൾ കിട്ടിയവരൊക്കെ പറഞ്ഞു, രാമൻ്റെ പേപ്പറിലുള്ളതുപോലെ ഇത് റെഫറൻസ് ടു രാമൻ. പിന്നെ പറഞ്ഞു ഇറ്റ് ബിക്കേം രാമൻ ഇഫക്റ്റ്. ഇങ്ങനെയാണ് രാമൻ ഇഫക്റ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ 1929 ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്യപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫിസിക്സിലെ രാമൻ ഇഫക്റ്റ്. അപ്പോൾ രാമന് ഏതാണ്ട് 200% ഉറപ്പായിരുന്നു അദ്ദേഹത്തിന് അടുത്ത വർഷത്തെ നോബൽ പ്രൈസ് കിട്ടുമെന്നുള്ളത്. ആ വർഷം 1930 ജൂലൈയിൽ രാമൻ എന്ത് ചിന്തിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻറ്റിനോട് പറഞ്ഞു, എനിക്ക് 2 ടിക്കറ്റ് ബുക്ക് ചെയ്യണം സ്റ്റോക്ക്ഹോമിലേക്ക് ജൂലൈ മാസം സ്റ്റീമറിൽ. അന്ന് ഫ്ലൈറ്റൊന്നുമില്ല, വിമാനമൊന്നുമില്ല, കപ്പലിന് സ്റ്റീമർ എന്ന് പറയും, ആവി കപ്പൽ. 2 ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അപ്പോൾ അസിസ്റ്റൻ്റ് ചോദിച്ചു, പ്രൊഫസർ എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ സ്റ്റോക്ക്ഹോമിലെ നോബൽ പ്രൈസ് ഇത്. അപ്പോൾ പ്രൊഫസർ ഇപ്പം ഇവിടെ ഇത്ര ചിലവിട്ട് കാണാൻ പോകാൻ. അപ്പോൾ പറഞ്ഞു, കാണാൻ പോകാനോ? ഇപ്പുറത്ത് എനിക്കാണ് നോബൽ പ്രൈസ്, അത് എനിക്കറിഞ്ഞൂടെ. അപ്പോൾ ഇവന് തോന്നി പ്രൊഫസർക്ക് വട്ട് പിടിച്ചു എന്ന്. എന്നാലും പുള്ളി ബുക്ക് ചെയ്തു. പ്രൊഫസർ പറഞ്ഞ സ്ഥിതിക്ക് ടിക്കറ്റ് കൊടുത്തു.
വളരെ നാടകീയമാണ് സംഭവം. രാമനും വൈഫും കൂടി ആ ടിക്കറ്റും കൊണ്ട് കപ്പലിൽ കയറുന്നു നവംബർ മാസം. അദ്ദേഹം അവർ കപ്പലിലിരിക്കുകയാണ് നൊബേൽ പ്രൈസ് ഡിക്ലെയർ ചെയ്യപ്പെടുന്നത്. രാമന് ആ വർഷത്തെ നൊബേൽ പ്രൈസ്. പിന്നെ ഡിസംബർ 9 രാമൻ അവിടെ സ്റ്റോക്ക്ഹോമിൽ കപ്പലിറങ്ങുന്നു. 10 കാലത്ത് ചെന്ന് നൊബേൽ പ്രൈസ് സ്വീകരിക്കുന്നു. ഹി ഗ്രാബ്ഡ് ദ നൊബേൽ പ്രൈസ്. ഇതാണ് രാമൻ്റെ നൊബേൽ പ്രൈസ് വാങ്ങിച്ച സ്റ്റോക്ക്ഹോമിലെ അവിടുത്തെ ഓഡിറ്റോറിയം. ഒരു 10,000 രാമൻ്റെ വൈഫ് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്, 10,000 പേര് തെങ്ങിക്കൂടി നിൽക്കുന്ന ഓഡിറ്റോറിയം. അതിൽ അവരുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, അതിൽ ഇന്ത്യക്കാരനായിട്ട് ഒരേ ഒരു ഇന്ത്യക്കാരനായിട്ട് രാമൻ വൈഫുണ്ട്, അതിഥിയായിട്ട് രാമൻ നൊബേൽ പ്രൈസ് റിസീവ് ചെയ്യുന്നു. ഇതിൽ രാമനെ നിങ്ങൾക്ക് എവിടെയും കണ്ടുപിടിക്കാൻ പറ്റും. രാമനെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇതാ തലയിൽ കെട്ടിയിരിക്കുന്നത്, അവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ടർബൻ കണ്ടു കഴിഞ്ഞാൽ അറിയാം രാമനെ. ഇനി നിങ്ങൾ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്, അന്ന് അങ്ങനെ സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഹാള് എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഒന്ന് കാണാം. ഇൻ റിയൽ സ്വർണം പൊതിഞ്ഞ ചുവരുകളുമായിട്ട് ഒരു 10 ആൾ പൊക്കത്തിൽ, 10-12 ആൾ പൊക്കത്തിലാണ് അതിൻ്റെ റൂഫൊക്കെ ഇരിക്കുന്നത്. ഇന്നും അത് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ രാമൻ ഇഫക്റ്റിൻ്റെ സിഗ്നിഫിക്കൻസ്, എന്തുകൊണ്ട് നൊബേൽ പ്രൈസ് കൊടുത്തു എന്നുള്ള അതിൻ്റെ തിയറട്ടിക്കൽ വശമുണ്ട്. കണ്ടുപിടുത്തം മാത്രമല്ല, എക്സ്പെരിമെൻ്റൽ കണ്ടുപിടുത്തം മാത്രമല്ല. അതായത് ഐൻസ്റ്റീൻ അദ്ദേഹത്തിനെ വളരെ ഇതായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഐൻസ്റ്റീൻ്റെ ഒരു ലൈഫ് ടൈം ഒരു മിഷനായിരുന്നു ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ്. അദ്ദേഹത്തിൻ്റെ തന്നെ ക്വാണ്ടം തിയറി, ലൈറ്റിൻ്റെ ക്വാണ്ടം തിയറി. അത് വർക്കൗട്ട് ആവുമെന്നുള്ളതിന് ഒരു തെളിവ് രാമനാണ് കൊടുത്തത്. ആറ്റത്തിൽ ഷ്രോഡിംഗർ, ഇപ്പം ഷ്രോഡിംഗർ കൃഷ്ണൻ വന്ന് അധികം കാലമായിട്ടില്ല, 1930 സംസാരിക്കുന്നത്. 27 സോൾവേ കോൺഫറൻസ് ഒക്കെ നടക്കുന്നത്. ഷ്രോഡിംഗർ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അതിനെ മോളിക്യൂൾസിലോട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പോലുമില്ല അന്ന്. ആ സമയത്താണ് രാമൻ ഈ ഒരു ഇഫക്റ്റ് എക്സ്പെരിമെൻ്റലി തെളിയിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മോളിക്യൂളർ ഓർബിറ്റൽ തിയറിയും ഇതൊക്കെ കെമിസ്ട്രിയിലുള്ള തിയറികൾ വരുന്നത് ഇതിന് ശേഷം. അപ്പം രാമൻ അവിടുത്തെ IIC-യിലെ ഫിസിക്സ് പ്രൊഫസർ ആയിരുന്നു എന്നുള്ളതാണ് അടുത്ത് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഫിസിക്സ് പ്രൊഫസർ എന്നുള്ള അതല്ല അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്. അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയായിരുന്നു, ഒരു ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ പിന്നിലും കുറച്ച് ചരിത്രമുണ്ട്. രാമൻ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഞാനും കുറച്ച് കാലം ഈ പരിസരത്തൊക്കെ ജീവിക്കാൻ ഇടവന്ന ഒരാളാണ്. അതിൻ്റെ ഒരു അഭിമാനവും സന്തോഷം എപ്പോഴും നമുക്ക് തോന്നും. അന്ന് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു അത്, ജംഷഡ്ജി ടാറ്റ. 1911 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം വലിയൊരു സ്റ്റീൽ ബാരൺ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരുപാട് പൈസ. അപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് അദ്ദേഹത്തിന് കൂടുതൽ എംപ്ലോയീസ് കിട്ടാനും അവരെ ശാസ്ത്രീയമായിട്ട് പരിശീലിപ്പിക്കാനും വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കൊരു ഒരു പരിശീലന സ്ഥാപനം തുടങ്ങാം. അങ്ങനെയാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂർ തുടങ്ങുന്നത്, ബാംഗ്ലൂരിലും ബോംബെയിലും തുടങ്ങുന്നത്. ബാംഗ്ലൂരിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ശരിക്കും ഒരു എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു രാമൻ വരുന്നത് വരെ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതിലെല്ലാം HOD സായിപ്പന്മാരാണ്, പുറത്തുനിന്ന് വിദേശ ഫാക്കൽറ്റിയാണ്. കാരണം ഇന്ത്യയിൽ അധികം പേരില്ല അങ്ങനെ ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ. അപ്പോൾ വിദേശത്ത് നാളെ കൊണ്ടുവരും, നിയമിക്കും. ഡയറക്ടറും വിദേശത്ത് നിന്ന് വരും. ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു വലിയൊരു കമ്മിറ്റി ഉണ്ട്. അപ്പോൾ കമ്മിറ്റി ഡിസൈഡ് ചെയ്യും, അവിടെ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് വിടും. അവർ ഈ സ്ഥാപനം നോക്കി നടത്തും. ഒരു 1930 കഴിഞ്ഞപ്പോഴേക്കും രാമൻ കൽക്കട്ടയിൽ പ്രൊഫസറാണെന്ന് ഓർക്കണം. ഇവിടെ ഒരു ഒഴിവ് വന്നു. അപ്പോൾ അടുത്ത ഡയറക്ടർ ആരായിരിക്കണം എന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാമൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ IACS വിടേണ്ടി വന്നു. ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ മേഘനാഥ് സാഹയാണ്. അപ്പോൾ മേഘനാഥ് സാഹയും ഇദ്ദേഹം തമ്മിൽ വലിയ വടംവലിയായിരുന്നു ആ സമയത്ത്. സാഹ അപ്പോഴേക്കും വലിയൊരു സയൻറ്റിസ്റ്റായി കൽക്കട്ടയിൽ. IACSൽ അദ്ദേഹത്തിന് കൈയുണ്ടായിരുന്നു. പിന്നെ ഒരു സമയത്തേക്ക് രാമൻ്റെ പേരിൽ കുറേ ആരോപണങ്ങൾ വന്നു. വളരെ ഓട്ടോക്രാറ്റിക്കാണ്, അതായത് വളരെ മറ്റുള്ളവരോട് റൂഡായിട്ട് പെരുമാറും, അധികാര സ്വഭാവം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, പ്രത്യേകിച്ച് ബംഗാളിൽ നോൺ ബംഗാളിയായ ഒരാൾ. അങ്ങനെ ഈ ഫീലിംഗ് കൊണ്ടുവന്ന് അവസാനം രാമനെ വോട്ട് ഔട്ട് ചെയ്തു അതിൻ്റെ സെക്രട്ടറി സ്ഥാനത്തുനിന്ന്. രാമന് വളരെ വിഷമായി. അപ്പോഴേക്ക് രാമൻ തീരുമാനിച്ചു ഇനി ഞാനിപ്പോൾ കൽക്കട്ടയിൽ നിൽക്കുന്നില്ല. അപ്പോഴാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന് ഒരു കോൾ വരാനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അന്ന് വരെ വിദേശികൾ മാത്രമായിരുന്നു ഇതിനകത്ത് ഡയറക്ടർമാർ. അപ്പോൾ ഇംഗ്ലണ്ടിലെ ഒരു കമ്മിറ്റിക്കാണ് കൊടുക്കുക. അപ്പോൾ ആ വർഷം 1932 ഇദ്ദേഹത്തിന് ഒഴിവ് വരുന്നത് കണ്ടപ്പം, ആ ഡയറക്ടർ ഒഴിവ് വരുന്നത് കണ്ടപ്പം ഇവർ സജസ്റ്റ് ചെയ്ത് ഇംഗ്ലണ്ടിലേക്ക് കമ്മിറ്റിക്ക് തീരുമാനം വിട്ടു. റുദർഫോർഡാണ് അതിൻ്റെ ചെയർമാൻ.
അവർ റുദർഫോർഡ് അത് കേട്ടോടെ റുദർഫോർഡ് തിരിച്ചെഴുതി, നിങ്ങളൊരു നൊബേൽ പ്രൈസ് കിട്ടിയ രാമൻ അവിടെയുള്ള സ്ഥിതിക്ക് നിങ്ങൾ എന്തിനാണ് ഒരു ഡയറക്ടറെ ഇവിടെ വരെ വന്ന് വിളിച്ചു കൊണ്ടുപോകുന്നത്? അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ബോർഡ് രാമന് ഒരു ഇൻവിറ്റേഷൻ അയച്ചു. റുദർഫോർഡ് പറഞ്ഞാൽ പിന്നെ വേറെ അപ്പീലില്ല. രാമൻ ഇൻവിറ്റേഷൻ അയച്ചു, രാമൻ റെഡിലി സമ്മതിച്ചു. പിന്നെ രാമന് ലൈഫ് കൽക്കട്ടയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ആസ് എ ഡയറക്ടർ ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. രാമൻ വന്നു. പിന്നെ പ്രശ്നങ്ങളായിരുന്നു. കാരണം അദ്ദേഹം എല്ലാവരും എൻജിനീയേഴ്സ്, രാമൻ സയൻറ്റിസ്റ്റ്. ആ ഒരു ഡിവിഷൻ ഇന്നും ഉണ്ട്. രാമൻ ആദ്യം ചെയ്തത് പുട്ട് എവറിത്തിങ് ഇൻ ഓർഡർ ഓഫ് സയൻസ്. രാമൻ പറയുന്നത് സയൻസ് നിങ്ങൾ ആദ്യം ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമുക്ക് എഞ്ചിനീയറിംഗിലോട്ട് പോകാം. എന്നിട്ട് രാമൻ പറയുന്നത് നമുക്ക് സയൻസിൻ്റെ ബേസിക് ഇതിന് വേണ്ടിയിട്ട് ഒരു വർക്ക്ഷോപ്പ് ഇപ്പോഴുണ്ട്, സെൻട്രൽ വർക്ക്ഷോപ്പ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലുണ്ട്. ഒരു ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അന്ന് വരെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അധികം കേട്ടിട്ടില്ല രാജ്യത്ത്. ഇപ്പം വളരെ റയർ 1-2 സ്ഥലത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹം സ്ഥാപിക്കുന്നു. അപ്പോഴേക്കും അവിടെ വലിയ ബഹളമായി. അവിടുത്തെ കൊളീഗ്സ് 2 വിദേശ HOD ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് രാജിവെച്ച് അവർ തിരിച്ചുപോയി, രാമൻ്റെ കീഴിൽ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ രാമൻ ഇൻറ്റേർണലി തന്നെയും അവിടുത്തെ രാമൻ്റെ ഈ സ്വഭാവം കാരണം, അല്ലെങ്കിൽ വലിയ നിയന്ത്രിക്കുന്ന സ്വഭാവം കാരണം അദ്ദേഹത്തിന് താഴെ ഇറക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ പേര് വലിയൊരു അജിറ്റേഷൻ നടന്നു. പിന്നെ 5 വർഷം കഴിഞ്ഞപ്പം രാമന് താഴെ ഇറങ്ങേണ്ടി വന്നു. അടുത്ത ടേം കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ താഴെ ഇറങ്ങി. പക്ഷെ രാമൻ അത് ഉപേക്ഷിച്ച് പോകാമായിരുന്നു, IAC ഉപേക്ഷിച്ച് പോകാമായിരുന്നു. പക്ഷെ രാമൻ ചെയ്തില്ല. കാരണം ഹീ ഹാഡ് സം എയിംസ് ഇൻ ഹിസ് മൈൻഡ്. വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ പിന്നെ കാണാം. കാരണം ആ ഘട്ടം തൊട്ടും അതിന് ശേഷവുമാണ് ഇന്ത്യയിലെ ശരിക്കുള്ള സയൻസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വരുന്നത് രാമൻ്റെ നേതൃത്വത്തിൽ. എന്തൊക്കെയാണ്? ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്, അതൊക്കെ രാമൻ്റെയും കൂടി ഭാവന എന്നുള്ളൊരു സാധനം. ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്, ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസസ്, അതിൻ്റെ ജേണൽ, കറണ്ട് സയൻസ് ജേണൽ, പിന്നെ പ്രൊസീഡിങ്സിൻ്റെ ഒരു ജേണൽ കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. പിന്നെ എല്ലാ വർഷാവർഷം കോൺഫറൻസസ് നടത്തുക, ടോക്കുകൾ നടത്തുക. അങ്ങനെ സയൻസിൻ്റെതായ ആക്ടിവിറ്റീസ് മുഴുവൻ കൊണ്ടുവന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് രാമനാണ്. അതിൻ്റെ പ്രവർത്തനത്തിന് രാമൻ ഞാൻ ഇവിടെ നിൽക്കുന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തോടെ രാമൻ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുന്നു. അദ്ദേഹം ഉണ്ടാക്കിയ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അദ്ദേഹം പടിയിറങ്ങി താഴോട്ട് പോകുന്നു. ശമ്പളം അന്ന് 3000 രൂപയായിരുന്നു ഡയറക്ടർ ശമ്പളം. അതിൻ്റെ പകുതി ശമ്പളത്തിലാണ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റായിട്ട്. പക്ഷേ റെസ്റ്റ് ഓഫ് ദ പിന്നെ അദ്ദേഹത്തിൻ്റെ സർവീസ് 1948 വരെ അദ്ദേഹം അവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിയുന്നു. പിന്നെ പ്രൊഫസറായ പല സ്റ്റുഡൻസിനെയും അദ്ദേഹം ട്രെയിൻ ചെയ്യുന്നു. ഹോമി ബാബ, വിക്രം സാരാഭായ്, അങ്ങനെ വളരെ പ്രൊഫസറായ ഒരുപാട് സ്റ്റുഡൻസിനെ അദ്ദേഹം അവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മൾ പലരും ധരിച്ചിരുന്ന രാമൻ റിസർച്ച് രാമൻ്റെ സ്മരണയ്ക്ക് വേണ്ടി പിന്നെ അദ്ദേഹം കാലശേഷം ഉണ്ടാക്കിയാന്ന്. പക്ഷേ രാമൻ സ്വന്തമായിട്ട് എനിക്ക് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു സ്ഥലം വേണം. രാമൻ തന്നെ പറഞ്ഞാണ്, ഞാൻ റിട്ടയർ ചെയ്ത് വെരി നെക്സ്റ്റ് ഡേ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പടി കടക്കുമ്പം മറ്റൊരു പടി കയറി ഞാനൊരു റിസർച്ച് സെൻ്ററിലോട്ട് കയറും. അതാണ് രാമൻ്റെ ആ ഒരു എന്താണ് പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം എന്ന് വെച്ചാൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വിൽ പവറോടെയുള്ള ആ ഒരു തീരുമാനം ഇതായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്യുന്നതാണ്. അതിനുവേണ്ടി അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൂടുതൽ പിന്നെ ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് വേണം. അപ്പോൾ അദ്ദേഹം ഇതിന് ഓപ്പോസിറ്റായിട്ട് വേറൊരു ഇത് കണ്ടുപിടിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു ക്യാമ്പസിൽ ഈ മഹാരാജാവിൻ്റെ ഒരു പ്രോപ്പർട്ടി അവിടെ ഉണ്ടായിരുന്നു, മൈസൂർ മഹാരാജാവിനെ കണ്ടിട്ട് കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് അത് സംഘടിപ്പിച്ചു. ബിൽഡിങ് പിന്നെ പല സ്ഥലത്തു നിന്നായിട്ട് പൈസ പൂളിൻ ചെയ്ത്. അപ്പോൾ ഇതിന് ശമ്പളം കിട്ടണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ അടുത്ത എംപ്ലോയീസിനെ നിർത്തണം. അപ്പോൾ അതിനൊക്കെ പൈസ വേണം. പിന്നെ രാമന് വലിയൊരു ട്രാജഡി അദ്ദേഹത്തിൻ്റെ ലൈഫിൽ പറ്റിയത്, അദ്ദേഹത്തിൻ്റെ നൊബേൽ പ്രൈസ് മണി, അതുപോലെ അപ് ടു ലെനിൻ പ്രൈസ്, ഇത് മുഴുവൻ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ഇത് വളരെ ബുദ്ധിമാനാണ്, പല സ്ഥലത്തും ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. മെയിൻലി സ്റ്റോക്ക് മാർക്കറ്റ്. അന്ന് സ്റ്റോക്ക് മാർക്കറ്റൊന്നും അധികം ഇല്ലാത്തൊരു സമയമാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്തു. സെക്കൻഡ് വേൾഡ് വാർ വന്നു, മാർക്കറ്റ് തകർന്നു, ഇതിൻ്റെ കാശ് പോയി. 48 ഇദ്ദേഹം തള്ളി കഴിയുമ്പോഴേക്കും രാമൻ ബാങ്ക്രപ്റ്റായി. എന്നിട്ട് രാമൻ പിന്നെ ചെയ്യുന്നത് പലതരത്തിൽ, രാമൻ്റെ അന്നത്തെ ആ ഫെയിം മാത്രം മതി അദ്ദേഹത്തിന് പല സ്ഥലത്തു നിന്ന് കോൺട്രിബ്യൂഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, സ്പോൺസർഷിപ്പ് കിട്ടാനും. രാമൻ സ്വന്തമായിട്ട് പൈസ സംഘടിപ്പിച്ച്, ഇൻക്ലൂഡിങ് ഒരു തീപ്പെട്ടി കമ്പനി പോലും അവർ തുടങ്ങി. രാമൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഒരു മാച്ച് സ്റ്റിക്ക് ഫാക്ടറി, പിന്നെ എന്താണ് പൊട്ടാസ്യം ക്ലോറേറ്റ് ഉണ്ടാക്കി സ്വന്തം പ്രൊഡ്യൂസ് ചെയ്ത് ഒരു തീപ്പെട്ടി ഉണ്ടാക്കുന്ന ഒരു മാച്ച് സ്റ്റിക്ക് ഫാക്ടറി പോലും രാമൻ തുടങ്ങിയിരുന്നു, ഇതിന് പൈസ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ്. പിന്നെ റിട്ടയർമെൻറ്റിന് ശേഷം രാമൻ IAC അദ്ദേഹം മുൻപ് പറഞ്ഞതുപോലെ ബാഗും എടുത്ത് പുറത്തിറങ്ങി നേരെ നടന്ന് RRI കയറി ഹി സ്റ്റാർട്ടഡ് ഡൂയിങ് റിസർച്ച്. ഇതാണ് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. പക്ഷേ ആ സമയം ഇന്ത്യൻ ഗവൺമെൻറ് അദ്ദേഹത്തിന് വലിയൊരു ഫേവർ ചെയ്തു. അദ്ദേഹത്തിന് നാഷണൽ പ്രൊഫസറായിട്ട് ആദ്യമായിട്ടുള്ള ഒരു ഗസ്റ്റർ നാഷണൽ പ്രൊഫസറായിട്ട് പ്രഖ്യാപിച്ചു. കാരണം അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും റിസർച്ച് ചെയ്യാം, ശമ്പളം ഗവൺമെൻറ് കൊടുക്കും. അങ്ങനെ
സ്ഥാപനത്തെ ആശ്രയിക്കേണ്ടിയിരുന്നില്ല. അങ്ങനെ രാമൻ അതൊരു വലിയൊരു പ്ലസ്സായി ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ജീവിതകാലം മുഴുവൻ രാമൻ അവിടെ വർക്ക് ചെയ്യുന്നു RRIയിൽ, അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ അദ്ദേഹം അവിടെ കുറേ ഒപ്റ്റിക്കൽ സ്റ്റഡീസ്, പിന്നെ കുറച്ച് അദ്ദേഹത്തിൻ്റെതായ താല്പര്യങ്ങളുള്ള പുതിയ റിസർച്ച് ഏരിയാസ് കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസുമായിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്നു. നല്ലൊരു ജെം സ്റ്റോൺ കളക്ഷൻ ഇൻക്ലൂഡിങ് ഡയമണ്ട്, 134 ഡയമണ്ടുള്ള ഒരു വലിയൊരു കളക്ഷൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് RRIക്കകത്ത്. അങ്ങനെ രാമൻ അവസാനത്തെ ശ്വാസം വലിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലാബിൽ പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കെ അദ്ദേഹം തല കറങ്ങി വീണു. അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോയി. കുറച്ച് ദിവസം ആശുപത്രി കിടന്നു. പിന്നെ അതിലിടയ്ക്ക് അദ്ദേഹം ലാബിൽ വന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പിന്നെയും തളർന്ന് കിടന്ന് സ്വാഭാവികമായ വാർദ്ധക്യ സഹജമായ ഒരു മരണം. 21 നവംബർ 1970 മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷ പ്രകാരം അവിടുത്തെ ലോൺസിൽ RRI അദ്ദേഹം പറയുന്നത് എൻ്റെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്, എനിക്ക് അവിടെ കിടന്ന് മരിക്കണം. ആ ലോണിൽ അദ്ദേഹത്തിൻ്റെ ശരീരം ബറി ചെയ്ത് അവിടെ ഒരു മരം വെച്ചു. ആ മരം ഇപ്പോഴും ഉണ്ട്. ഒരു ഫോറൻ മരം, മഞ്ഞപ്പൂക്കളുള്ള ഒരു മരമുണ്ട്, വർഷാവർഷം പൂക്കും. ഇനി രാമൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് ടു സം അപ്പ്. രാമനെ പറ്റിയുള്ള പല ധാരണകളും നിങ്ങൾക്ക് മറിഞ്ഞു എന്നുള്ളത് എനിക്കറിയാം. ഇനി രാമൻ നമുക്ക് വേണ്ടി എന്ത് ഒന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ, രാമൻ ഇന്ത്യയിലൊരു സയൻറ്റിഫിക് റിസർച്ച് ബേസ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. സയൻറ്റിഫിക് റിസർച്ച് ബേസ്. ഒരു സയൻറ്റിസ്റ്റ് അന്ന് രാമൻ തുടങ്ങുമ്പോൾ നമ്മൾ കണ്ടു, ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു പ്രത്യേക ഡെഫിനേഷനോ വർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്. ആരാണ് സയൻറ്റിസ്റ്റ്, എങ്ങനെ ചെയ്യുന്നത്, എന്ത് ചെയ്താൽ സയൻറ്റിസ്റ്റ് ആവും, എങ്ങനെ പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യാം, എങ്ങനെ റിസർച്ച് ലാബ് ഉണ്ടാക്കാം, ഇതൊന്നും ആർക്കും അറിഞ്ഞുകൂടാ സ്ഥിതിയിൽ ഒരു റിസർച്ച് ബേസ് രാമൻ ഒരു മോഡൽ ഉണ്ടാക്കി. ഇങ്ങനെ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നമുക്കും നമ്മളതായ ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് കാണിച്ചു കൊടുത്ത രാമനാണ്. ഒരു റിസർച്ച് ലാബ് എങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെ പൈസ റൈസ് ചെയ്താവും എല്ലാതെയും എങ്ങനെയെങ്കിലും നമ്മൾ എഫർട്ട് കൊണ്ട് ഒരു റിസർച്ച് ലാബ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് രാമൻ തെളിയിക്കുന്നു. അതുപോലെ ഒരു സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉദാഹരണം വെച്ചിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഒരു സയൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, RRI പോലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ റിസർച്ച് ജേണൽസ്, ഇന്നും കറണ്ട് സയൻസ് ഉണ്ട്, രാമൻ സ്ഥാപിച്ച ജേണൽ. പിന്നെ കോൺഫറൻസസ്, റെഗുലർ കോൺഫറൻസ്. ഒരു റിസർച്ചിനുള്ള ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം, റിസർച്ചേഴ്സിന് പ്രവർത്തിക്കാനുള്ള മുന്നോട്ട് പോകാൻ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം കോൺഫറൻസ് ആണെന്ന് അദ്ദേഹം മുൻകൂട്ടി ഐഡൻറ്റിഫൈ ചെയ്ത് കോൺഫറൻസ് നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കുന്നത് രാമനാണ്. പിന്നെ സയൻസ് സൊസൈറ്റീസ്, ശാസ്ത്രജ്ഞന്മാർക്ക് അന്യോന്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പ്രവർത്തിക്കാനുള്ളൊരു വേറൊരു പ്ലാറ്റ്ഫോം, റെഗുലർ പ്ലാറ്റ്ഫോം എന്നുള്ളത് സൊസൈറ്റീസ് ആണെന്നുള്ളത് അറിഞ്ഞ് രാമൻ ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസസ് ഉണ്ടാക്കുന്നു ബാംഗ്ലൂരിൽ. പിന്നെ രാമൻ്റെ വേറൊരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള നമ്മൾ കണ്ടത് രാമൻ ചെലവുകൾ, ഫ്രൂഗൽ റിസർച്ച്, വളരെ മിനിമം ചെലവിലാണ് രാമൻ ഇത് മുഴുവൻ. ഇപ്പോൾ നോബൽ പ്രൈസ് കിട്ടിയ ആ വർക്ക് പോലും വളരെ മിനിമൽ ചെലവിലാണ് ചെയ്തെടുക്കുന്നത്. രാമന് ശേഷം അദ്ദേഹം മരണം വരെയുള്ള സമയത്ത് ഈ 5 ഇയർ പ്ലാൻസിലൊക്കെ പല മന്ത്രിമാരും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈസ കോരിച്ചൊരിയുന്നു. രാമന് പൈസ വാങ്ങിച്ചില്ല. സത്യം RRIക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പൈസ വാങ്ങിക്കാൻ പറ്റും, പുതിയ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ. ഇപ്പോൾ CNR റാവു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്വന്തമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി IISc വിട്ടപ്പം അതുപോലെ ഒരു സാധനം രാമന് പൈസ ഗവൺമെൻറ് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ രാമൻ പറഞ്ഞു, ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് റിസർച്ച്. ഗവൺമെൻറ്റിനോട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ഒരു പൈസ പോലും നിങ്ങൾ ഗവൺമെൻറ് ദൂർത്തടിക്കാൻ ഇടവരരുത്. സയൻസ് ചെയ്യേണ്ടത് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഫണ്ട് റേസ് ചെയ്യാനും സയൻസ് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെയുള്ള അതിൻ്റെതായ ഒരു രീതിയുണ്ട്. ഒരിക്കലും നമ്മൾ ദൂർത്തടിക്കരുത് എന്നുള്ളതാണ് രാമൻ്റെ ഒരു പക്ഷം. പിന്നെ രാമൻ വലിയൊരു പാട്രിയോട്ടായിരുന്നു. രാമൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ പാട്രിയോട്ടിസം അത് വലിയൊരു കാര്യമാണ്. അതായത് രാമൻ നോബൽ പ്രൈസ് വാങ്ങിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വലിയൊരു നോബൽ പ്രൈസ് തിരിച്ചു വന്ന് അദ്ദേഹം ഇത് പറയുന്നുണ്ടായി. രാമൻ ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്, പക്ഷേ ഇറ്റ്സ് എ ബ്രിട്ടീഷ് ഇന്ത്യ. അവിടെ കാണിച്ചതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ നാട്ടുരാജ്യങ്ങളുണ്ട്. ഇങ്ങനൊരു സ്ഥലത്തു നിന്നാണ് രാമൻ പോകുന്നത്. അപ്പോൾ അതിന് നാഷണാലിറ്റി എന്താണെന്നുള്ളത് പോലും ഒരു കൺഫ്യൂഷനായിരുന്നു. കാരണം അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനായിട്ട് ഇന്ത്യയിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ ഒരു ബ്രിട്ടീഷുകാരനായിട്ടാണ് അദ്ദേഹം അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ രാമൻ പറയുന്നതാണ്, ഞാൻ നോബൽ പ്രൈസ് വാങ്ങി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ബ്രിട്ടീഷ് ജാക്കാണ് എൻ്റെ മേലെ തലക്കും ഇത് പറഞ്ഞത്. കാരണം ഓരോരുത്തർ വാങ്ങിക്കുമ്പോഴും അവരുടെ ദേശീയ പതാക ഇങ്ങനെ പറത്തും. അപ്പം ബ്രിട്ടീഷ് ജാക്കാണ് എൻ്റെ തലക്കും ഇതുണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്കാർക്കും ഇന്ത്യക്ക് മനസ്സുകൊണ്ട് ബ്രിട്ടീഷുകാരെ ഭരണം അംഗീകരിക്കാൻ പറ്റാത്തൊരു നാഷണൽ കോൺഗ്രസ് ഒക്കെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമയമാണത്. അപ്പോൾ അന്ന് രാമൻ്റെ ആ ഫീൽ രാമൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് കരച്ചിലടക്കാനായില്ല എന്നാണ് രാമൻ പറയുന്നത്. ആ ഒരു രംഗം. കാരണം എൻ്റെ രാജ്യത്ത് സ്വന്തമായിട്ട് ഫ്ലാഗ് പോലും എനിക്കുണ്ടായിരുന്നില്ല എന്നുള്ളത്. എന്നിട്ട് അന്ന് അമേരിക്കയിൽ നിന്ന് 2 നോബൽ പ്രൈസ് വാങ്ങിക്കാൻ വന്നിരുന്നു.
അമേരിക്കൻ ഒരു ജേർണലിസ്റ്റ് അതിൻ്റെ കൂടെ അവരുടെ ഒഫീഷ്യൽ റിപ്പോർട്ടർ അയാളുടെ കൂടെ വന്നിരുന്നു. അദ്ദേഹം ഇതെഴുതി, രാമൻ പറഞ്ഞത് ഒരു ബ്ലഫല്ല, കാരണം അദ്ദേഹം ഇതെഴുതി അമേരിക്കയിൽ പേപ്പറിൽ പിറ്റുന്ന അത് അച്ചടിച്ച് വന്നിരുന്നു. അതായത് ഇന്ത്യയിൽ നിന്ന് വന്ന ആ ഒരു സയൻറ്റിസ്റ്റ്, അദ്ദേഹം ഇങ്ങനെ ഇമോഷണലായിട്ട് അദ്ദേഹം കരയുന്നുണ്ടായിരുന്നാണ് ഇയാൾ പറഞ്ഞത്, ഈ ജേർണലിസ്റ്റ്. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. എന്താണ്? അന്ന് രാത്രി ബാങ്ക്വറ്റിൻ്റെ സമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആ സയൻറ്റിസ്റ്റ് അദ്ദേഹം ഒരു മറുപടി പ്രസംഗം നടത്തി. നേരത്തെ ഞാൻ പറഞ്ഞ രാമൻ നല്ല ഇംഗ്ലീഷ്, നല്ല ഫ്ലുവൻറ്റ് ഇംഗ്ലീഷാണ്, വളരെ കമൻ്റാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഇവിടേക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായി അദ്ദേഹത്തിന് പല സയൻറ്റിസ്റ്റുകളുമായിട്ട് സംസാരിക്കാനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെയുള്ള ഇതിൽ. അപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് രാത്രി ബാങ്കറ്റിൻ്റെ സമയത്ത് ദ സയൻറ്റിസ്റ്റ് ഷോഡ് എ ടെലിഗ്രാം, ഈ രാമൻ, ഹീ ഷോഡ് എ ടെലിഗ്രാം വിച്ച് കൺഗ്രാജുലേറ്റ്സ് ഹിം, അതായത് അഭിനന്ദിക്കുന്ന ഒരു ടെലിഗ്രാം ഫ്രം ഹിസ് ഫ്രണ്ട് ഇൻ ജയിൽ ഇൻ ഇന്ത്യ. ആരാണ് ഹിസ് ഫ്രണ്ട് ഇൻ ജയിൽ ഇൻ ഇന്ത്യ? എനി ഗസ്? മഹാത്മാഗാന്ധി. സ്വാതന്ത്ര്യ സമരം നടക്കാനും മഹാത്മാഗാന്ധി അഭിനന്ദനം പറയുകയാണ്. കാരണം ഇവർ ഇന്ത്യക്കാരൻ 3 പേരിൽ പൊസിഷനിലെത്തിയാൽ അഭിനന്ദനം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒരു കമ്പി സന്ദേശം അയക്കുകയാണ് ഇംഗ്ലണ്ടിലേക്ക്. അദ്ദേഹത്തിന് അത് അവിടെ കിട്ടുന്നു, സ്റ്റോക്ക്ഹോമിൽ അത് കിട്ടുന്നു. അദ്ദേഹം അത് കാണിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, ഞാൻ എൻ്റെ ഫ്രണ്ടിന് ജയിൽ എന്നൊക്കെ പറഞ്ഞ് വളരെ ഇമോഷണലായിട്ട്. അപ്പം അത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ വളരെ ഒരാളായിരുന്നു രാമൻ. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു, നമുക്ക് നമ്മളെ മുന്നിൽ വരാത്തൊരു കാര്യമായിരുന്നു രാമൻ അതിൻ്റെ പൊളിറ്റിക്കൽ സൈഡ്. അന്ന് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഗാന്ധി നെഹ്റു ആയിരുന്നു അത് പൊളിറ്റിക്കലിലെ ടോപ്പ് ആൾക്കാർ അന്നത്തെ. അവർ ഉയർത്തിക്കാട്ടിയിരുന്ന ഒരു ഫിഗർ രാമനായിരുന്നു. കാരണം ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനിച്ചു വന്ന ഒരാൾ ലോകത്തിന് നെറുകിലെത്തിയ ഒരേ ഒരു ഉദാഹരണം രാമനാണ് അന്ന് അവരുടെ മുന്നിലുണ്ടായിരുന്നത്. അന്ന് CB രാമനായിരുന്നു ഈ സ്വാതന്ത്ര്യ സമരത്തിലിടയ്ക്ക് ഒരു ഐക്കോണായിട്ട് ഉയർത്തിക്കാട്ടപ്പെട്ട ഒരു ബിംബം. പിന്നെ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇവിടെ കാണുന്നത്. നെഹ്റു, ഗാന്ധി, അതുപോലെ ന്യൂമറസ് സയൻറ്റിസ്റ്റ്, അന്നത്തെ അറിയപ്പെടുന്ന ഇംഗ്ലണ്ടിലും അമേരിക്കയിലുള്ള എല്ലാ സയൻറ്റിസ്റ്റുകളും രാമൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. നേരത്തെ വേറൊരു കാര്യം ഞാൻ പറയാൻ മിസ് ചെയ്തവരാണ്, രാമന് എങ്ങനെ നൊബേൽ പ്രൈസ് കിട്ടുന്ന എങ്ങനെ ഉറപ്പ് വന്നു എന്നുള്ള രാമൻ രഹസ്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു കാര്യം, നീൽസ് ബോറുമായിട്ട് ഇദ്ദേഹത്തിന് വളരെ ക്ലോസ് അടുപ്പമായിരുന്നു. നീൽസ് ബോർ നമുക്കറിയാം. അപ്പോൾ നീൽസ് ബോർ രഹസ്യമായിട്ട് ഇദ്ദേഹത്തിന് ഇൻഡിക്കേഷൻ, നീൽസ് ബോർ കമ്മിറ്റിയിലുണ്ടായിരുന്നു, നൊബേൽ ഡിസിഷൻ കമ്മിറ്റിയിൽ. നീൽസ് ബോർ ഇദ്ദേഹത്തിന് മുൻകൂട്ടി ഒരു ഇൻഡിക്കേഷൻ കൊടുത്തു, നമ്മൾ ഇത്ര പേര് വോട്ട് ചെയ്യുന്നുണ്ട്, ഇറ്റ് വിൽ ബി ഇത്ര വോട്ട് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള രാമൻ ഒരു ഉറപ്പ് കൊടുത്തിരുന്നു. അങ്ങനെയാണ് രാമൻ നൊബേൽ പ്രൈസ് കിട്ടുന്നത് മനസ്സിലാക്കിയെന്നുള്ളതൊരു ഊഹം പറയാണ്. രാമൻ ആരോടും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഇത്രയും ആൾക്കാർക്ക് രാമൻ ഇൻട്രാക്ട് ചെയ്തു. ഇവരെ വളരെ ക്ലോസ് ആയിരുന്നു, പൊളിറ്റിക്കലിലും വളരെ ക്ലോസ് ആയിരുന്നു. ഇതൊക്കെയാണ് രാമൻ ചെയ്തത്. പിന്നെ രാമൻ നമുക്ക് വേണ്ടി ചെയ്തൊരു കാര്യം, ഇന്ത്യൻ പോളിസീസ്, അതായത് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യം കിട്ടുമ്പം അന്ന് തീരുമാനിക്കുന്ന സയൻസാണ് നമ്മുടെ ഇതിൻ്റെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിയുടെ ഒരു ബേസ് എന്നുള്ളത്. അത് പറഞ്ഞത് രാമനാണ്, ഉപദേശിക്കുന്ന രാമനാണ്. കാരണം ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് 1933 ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നപ്പം രാമൻ അവിടെ നടത്തിയ ഒരു പ്രഭാഷണ പ്രസംഗത്തിലെ ഒരു വാക്കാണ് ഇവിടെ കാണുന്നത്. There is only one solution for India's economic problems, and that is science and more science. അന്ന് ഇന്ത്യ ക്ഷാമം, പട്ടിണി, ഇതിലൊക്കെ ഇങ്ങനെ വളരെ പരിതാപകരമായ ഒരു സ്ഥിതിയിലായിരുന്നു. സ്വാതന്ത്ര്യം മുമ്പ് അതിനുശേഷം 1960 വരെ കേരളത്തിലെ സ്ഥിതി വളരെ പരിതാപകരമായിരുന്നു. എല്ലാവർക്കും അറിയുന്നതല്ല കേരളത്തിലെ ഇന്ത്യയിലെ സ്ഥിതി. ഇതിനൊരു പുരോഗതി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സയൻസ് ബേസ്ഡ് പോയേ പറ്റുമെന്ന് നെഹ്റുവിന്, അല്ലാണ്ട് നെഹ്റുവിന് വേറെ സയൻസ് എന്താണ്, എങ്ങോട്ട് പോകുന്നുള്ള ഒരു ഐഡിയയും അങ്ങനെ ആ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കില്ല, അവർ അഭ്യസ്തവിരുദ്ധ ആയിരുന്നെങ്കിലും. രാമനാണ് ഇവർക്ക് ഇത് മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഈ സയൻസിൻ്റെ രീതിയിൽ ഇന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹോൾ കൺട്രി നമുക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാം എന്നുള്ളത്. ഇനി രാമൻ നമുക്ക് വേണ്ടി ചെയ്തത് ഇത്രയും പറഞ്ഞു. ഇനി നമ്മൾ രാമനിട്ടെന്ത് ചെയ്തു എന്നുള്ള അടുത്ത എൻ്റെ ലാസ്റ്റ് സ്ലൈഡ്. ബാംഗ്ലൂരിൽ ഒരു 37 വർഷം രാമൻ ജീവിച്ചു. ബാംഗ്ലൂരിൻസൊക്കെ വളരെ സ്നേഹവും ബഹുമാനം. കാരണം രാമൻ അവിടെ വരുമ്പോഴേക്കും നോബൽ ലോറിയേറ്റ് എന്നുള്ള നിലയ്ക്കാണ് രാമൻ അവിടെ വരുന്നത് ബാംഗ്ലൂരിൽ. അവിടുത്തെ സമൂഹത്തിലും അദ്ദേഹത്തിന് ഒരുപാട് സ്നേഹവും ബഹുമാനമൊക്കെ കൊടുത്തൊരു സമൂഹം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും അതിന് പുറത്ത് മല്ലേശ്വരത്താണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. മല്ലേശ്വരത്ത് അതിൻ്റെ വീടിൻ്റെ പേര് പഞ്ചവടി എന്നാണ് വീടിൻ്റെ പേരിട്ടിരുന്നത്. അവിടെ സൈക്കിൾ ചവിട്ടി രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരും. അപ്പോൾ ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാപ്പിൽ മല്ലേശ്വരത്ത് നമ്മളിങ്ങനെ വന്ന് ഇങ്ങനെ തിരിഞ്ഞ് യശ്വന്ത്പുര തുംകൂറിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആദ്യത്തെ ക്യാമ്പസ്, ഇവിടെ രണ്ടാമത്തെ ക്യാമ്പസ്. ഇവിടെ നിന്ന് ഗേറ്റ് കടന്ന് ഇതിലോട്ട് പോവാം. ഇവിടെ നിന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ മെയിൻ ക്യാമ്പസിലോട്ട് പോവാം.
അപ്പോൾ രാമനും ബാക്കിയുള്ള സയൻറ്റിസ്റ്റ് മെയിൻലി നമ്മൾ ഈ വഴിക്കാണ് അവർ വന്നുകൊണ്ടിരുന്നത്, മല്ലേശ്വരത്ത് എത്താനുള്ള സൗകര്യം കൊണ്ട്. അപ്പോൾ ആ ഗേറ്റ് രാമൻ അന്തരിച്ചപ്പം ബാംഗ്ലൂരിയൻസ് മുഴുവൻ ഒത്തുകൂടി, രാമൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഒത്തുകൂടി. അവർ തീരുമാനിച്ചു ഈ സർക്കിള് സർ സി വി രാമൻ സർക്കിളായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം. നാച്ചുറലി എല്ലാവരും പ്രഖ്യാപിച്ചു. അപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് ഗേറ്റ് ഞാൻ 2009 എടുത്തൊരു ഫോട്ടോ ആണ്. ഫസ്റ്റ് ഗേറ്റ് ഇവിടെ ഒരു ഫലകമുണ്ട്. ഈ ഫലകത്തിൽ സർ സി വി രാമൻ സർക്കിൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഗേറ്റ് എത്രയോ വർഷം രാമൻ കടന്നുപോയ ഗേറ്റ്. അത് കഴിഞ്ഞ് ഹോമി ബാബ, വിക്രം സാരാഭായ് ഇവരൊക്കെ പ്രശസ്തരായ സയൻറ്റിസ്റ്റുകൾ മുഴുവൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കടന്നുപോയ ഗേറ്റ്. അവിടെ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഞാനും കടന്നുപോയ ഗേറ്റ്. ആ ഗേറ്റിൻ്റെ സ്ഥിതി ഇപ്പോൾ എന്താണ് എന്നുള്ളത് നമുക്ക്, ആ ഗേറ്റ് ആരോ കയ്യേറിയിരിക്കുന്നു. അപ്പോൾ ഇതിന് മാരമ്മ എന്ന് പറയും. അവിടുത്തെ ഇവിടെ ഒരു കക്ഷിയിരിപ്പുണ്ട്. ഈ മാരമ്മ ഒരു കല്ലായിരുന്നു പണ്ട്, രാമൻ അന്തരിക്കുമ്പോഴും നിയർ 80s. ആരോ അവിടെ ഒരു തൊട്ട് പുറമ്പോക്ക് ഒരു സ്ഥലമാണത്, IIC ഗേറ്റിൻ്റെ തൊട്ട് പുറമ്പോക്ക് സ്ഥലം. അവിടെ ഒരു ആൽ നാച്ചുറലി പരിസരത്ത് ആളുണ്ടാവും. ആലിൻ്റെ ചുട്ടിൽ ആരോ കല്ല് കൊണ്ടുവച്ചു. പിറ്റേന്ന് ആരോ കുറേ പൂവ് കൊണ്ടുവച്ചു. നമ്മൾ PK എന്ന സിനിമ കണ്ടിട്ടുണ്ടാവും, എങ്ങനെയാണ് ഇതൊക്കെ വർക്കൗട്ട് ചെയ്യുന്നത്. അത് ഭയങ്കരമായിട്ട് അത് എക്സൈറ്റ്ലി അത് വർക്കൗട്ട് ചെയ്തൊരു സംഭവമായിരുന്നു. അത് കൊണ്ടുവച്ചു. അതേപോലെ മല്ലേശ്വരം തുംകൂറിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ പോകുന്ന വഴി ഇത് കണ്ടപ്പം ആരോ ദീപം കൊളുത്തി വെച്ചു. അപ്പോൾ ആ പൈസ ഇടുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ഈ കൊളുത്തിയ ആൾക്കാർക്ക് അറിയാം ഇത് വരുമാന മാർഗ്ഗമായി എന്നുള്ള ആൾക്ക് മനസ്സിലായി. പൈസ കൊണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഒരു പ്രചാരണം നടന്നു. ഈ ലോങ് റൂട്ട് അവിടെ തുംകൂറിന്ന് പിന്നെ അങ്ങോട്ട് ലോങ് റൂട്ട് ജേണിയാണ്. അപ്പോൾ ലോറികളൊക്കെ പോകുമ്പം ഈ വാഹന പൂജ, അത് യാത്രയുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓഫറിങ് കൊടുക്കുക. അവിടെ ചെറിയൊരു ക്ഷേത്രം പണിതു. അപ്പോൾ വഴിപാട്, വാഹന പൂജ. ഈ പഴയ ദൈവമാണ് പുതിയ വാഹനത്തിന് സർട്ടിഫൈ ചെയ്യുന്നത്, അതാണ് സേഫ്റ്റി നോക്കുന്നത്. വാഹന പൂജ അങ്ങനെ വളർന്ന് ഇതൊരു വലിയൊരു മാരമയായി. സി വി രാമൻ സർക്കിൾ 2015 ഞാനെടുത്ത ഫോട്ടോ ആണ്. മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. സി വി രാമൻ സർക്കിൾ ഇന്നില്ല. ഇറ്റ് ഈസ് ടേംഡ് ആസ് മാരമ്മ സർക്കിൾ. ഇന്ന് ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ സി വി രാമൻ സർക്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇന്ന് മാരമ്മ സർക്കിൾ എന്ന് റീനെയിം ചെയ്തിരിക്കുന്നു ഈ സർക്കിൾ. കൂടുതൽ പറയാൻ ശേഷിയില്ല, ഞാൻ നിർത്തുന്നു. ഇനി നിങ്ങൾക്ക് സയൻസിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ രാമനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, രാമൻ നിങ്ങളെ റോൾ മോഡലാണ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ഒരു ലോകത്തിന് തന്നെ ഏത് സയൻറ്റിസ്റ്റും മാതൃകയാക്കുന്ന റോൾ മോഡലാണ് രാമൻ എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ബാംഗ്ലൂർക്ക് പോവാം. ഈ സർക്കിൾ പേര് രാമൻ സർ സി വി രാമൻ സർക്കിൾ എന്ന് മാറ്റാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. എന്ത് പറയുന്നു? ആരൊക്കെ ഉണ്ടാവും എൻ്റെ കൂടെ? താങ്ക് യു.